കാണുന്നില്ലേ? സ്ക്രീൻ ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ പേഴ്സണാലിറ്റി ആൻഡ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, ഇവിടെ നമ്മുടെ ഓരോരുത്തരുടെയും പേഴ്സണാലിറ്റീനെ പറ്റിയിട്ടാണ് ഈ ഒരു സബ്ജക്റ്റ് മൊത്തമായിട്ട് പഠിക്കുന്നത്. അപ്പോൾ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ഓരോരുത്തർക്കും ഓരോ പേഴ്സണാലിറ്റി ആയിരിക്കും അല്ലേ? ഓരോ ആളുകളിലും ഡിഫറെൻ്റ് ആയിരിക്കും. എൻ്റെ പേഴ്സണാലിറ്റി ആയിരിക്കില്ല ഇപ്പോൾ മീനുൻ്റേത്. ഇതുപോലെ നമ്മൾ കാണുന്ന ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റി ആയിരിക്കും. അതാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. ഇപ്പോൾ ഒരു സിറ്റുവേഷനിൽ ഒരു 10 ആളെ നിർത്തിക്കഴിഞ്ഞാൽ 10 പേര് എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും ബിഹേവ് ചെയ്യുക. ചിലവർ സെയിം ആയിട്ടും ബിഹേവ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഈ ഒരു ഡിഫറൻസിനെ പറ്റി പഠിക്കുകയാണ് നമ്മൾ പേഴ്സണാലിറ്റിയിലൂടെ. അപ്പോൾ യൂണിറ്റ് 1 പേഴ്സണാലിറ്റി ആൻഡ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. Individual differences, as the term suggests, refers to how individuals differ from each other. കണ്ട, ഓരോരുത്തരും എങ്ങനെയാണ് ഡിഫർ ആയിരിക്കുന്നത്. സൈക്കോളജി ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ദസ് ഈസ് ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ദ ഒബ്സർവബിൾ ഡിഫറൻസസ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ദ ഡിഫറൻഷ്യൽ സൈക്കോളജി. ഓരോരുത്തരുടെയും എങ്ങനെയാണ് ബിഹേവിയർ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിരിക്കുന്നത്. അവരുടെ ഒബ്സർവബിൾ ഡിഫറൻസ് ആണ് നോക്കുന്നത്, പുറമേ കാണുന്ന ഡിഫറൻസ്. അതിനെ പറ്റിയിട്ടുള്ള ഒരു സയൻറ്റിഫിക് സ്റ്റഡിയാണ് സൈക്കോളജി ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസസിലൂടെ പറയുന്നത്. ഇതിനെ എന്തെന്നും കൂടെ പറയുന്നുണ്ട്? ഡിഫറൻഷ്യൽ സൈക്കോളജി, വിച്ച് സ്റ്റഡീസ് ദീസ് ഡിഫറൻസസ് ആസ് ഒബ്സർവ്ഡ് ബൈ ദ സെൽഫ് ആൻഡ് അതേഴ്സ് ദെയർ അണ്ടർലൈങ് സൈക്കോളജിക്കൽ ഡിറ്റർമിനൻസ്. ഇതിലൂടെ ഓരോരുത്തരുടെ ഡിഫറൻസും പഠിക്കുകയാണ്. അതെങ്ങനെ? ഒബ്സർവ് ചെയ്തുകൊണ്ട്. Observed by the self and others and their underlying psychological determinants. സൈക്കോളജിക്കൽ ഡിറ്റർമിനൻസ് ഒക്കെ വെച്ചിട്ട്, അതായത് ഒരുപാട് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നേരിട്ടിട്ട് ഒബ്സർവ് ചെയ്യുന്നതും സെൽഫായി ഒബ്സർവ് ചെയ്യുന്നത്, ഒരു അസസ്മെൻറ്റുകൾ വഴി ഒബ്സർവ് ചെയ്യുന്നത്, അങ്ങനെ പല തരത്തിൽ ഒബ്സർവ് ചെയ്തിട്ട് ഓരോരുത്തരുടെ പേഴ്സണാലിറ്റിയിലുള്ള ഡിഫറൻസുകൾ കണ്ടെത്തുകയാണ് ഈ ഒരു സയൻറ്റിഫിക് സ്റ്റഡി നടത്തുന്നത്. ഈ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് ടു ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. People also differ in their physical characteristics. Generally, we are more similar to our parents or siblings than individuals from outside the family. അല്ലേ? നമ്മുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസസിലുള്ള ഫാക്ടേഴ്സ് ആണ് പറയുന്നത്. ഓൾറെഡി നമ്മളൊക്കെ എങ്ങനെയായിരിക്കും? ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിൽ നമ്മുടെ അച്ഛനമ്മമാരെ പോലെ, അല്ലെങ്കിൽ നമ്മുടെ സിബ്ലിങ്സിൻ്റെ പോലെ ഒക്കെ ആയിരിക്കും. പക്ഷെ പുറമെ നിന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ അതുപോലെ ആയിരിക്കില്ല അല്ലേ? ഡിഫറൻസ് ഉണ്ടായിരിക്കും. ദീസ് ഫിസിക്കൽ സിമിലാരിറ്റീസ് ആർ മോർ ഒബ്വിയസ് ആസ് കമ്പയർഡ് ടു ദ സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. ദ റോൾ ഓഫ് ഹെറിഡിറ്റി ഈസ് മോസ്റ്റ്ലി ഇമ്പോർട്ടൻറ്റ് വെൻ വി ടോക്ക് ഓഫ് ഫിസിക്കൽ ഫീച്ചേഴ്സ് സച്ച് ആസ് ബ്ലാക്ക് ഐസ്, ഫെയർ കംപ്ലീഷൻ ആൻഡ് അതർ സച്ച് ആസ്പെക്ട്സ്. ഈ ഫിസിക്കൽ സിമിലാരിറ്റീസ് ഒക്കെ നമ്മൾ പറയുമ്പോൾ എന്താണ്? ആർ മോർ ഒബ്വിയസ് ആസ് കമ്പയർഡ് ടു ദ സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഈ ഫിസിക്കൽ സിമിലാരിറ്റീസ് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ടായിരിക്കും. പക്ഷെ അത് സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ച് നോക്കുമ്പോൾ എന്തായിരിക്കും? കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമുക്ക് ഹെറിഡിറ്റീനെ പറ്റിയിട്ട് പറയാം. ഹെറിഡിറ്റി, പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടുന്ന കുറേ സംഭവങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ പാരൻസിൻ്റെ പോലെയും സിബ്ലിങ്സിൻ്റെ പോലെയൊക്കെ ആവുന്നത് അല്ലേ? വി ടോക്ക് ഓഫ് ഫിസിക്കൽ ഫീച്ചേഴ്സ് സച്ച് ആസ് ബ്ലാക്ക് ഐസ്, ഫെയർ കോംപ്ലക്ഷൻ ആൻഡ് അതർ സച്ച് ആസ്പെക്ട്സ്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തായിരിക്കും? സിമിലാരിറ്റി ഉണ്ടായിരിക്കും. നമ്മുടെ പാരൻസിൻ്റെ എല്ലാവരുടെ ഇപ്പോൾ പൂച്ചക്കണ്ണ് വരികയാണെങ്കിൽ അല്ലേ, ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. അച്ഛനോ അമ്മമ്മയ്ക്കോ അല്ലെങ്കിൽ തലമുറയിൽ ആരെങ്കിലും, ഫാമിലിയിൽ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഫിസിക്കൽ ഫീച്ചേഴ്സ്. അതിനെ നമുക്ക് ഹെറിഡിറ്റിയുടെ ബേസിൽ പറയാനായിട്ട് പറ്റും. The environmental factors including the child rearing practices, early stimulating environment, good school environment, etc. have an impact on the development of these psychological characteristics. ഇനി എൻവയറമെൻ്റൽ ഫാക്ടേഴ്സ് നോക്കണം. ഇപ്പോൾ നമ്മൾ കുറച്ച് ഹെറിഡിറ്റി ഫാക്ടേഴ്സ് പറഞ്ഞു, അതായത് പാരൻസ്, സിബ്ലിങ്സ്, അങ്ങനെ വരുന്ന കുറച്ച് ജനറ്റിക് ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞു. ഇനി എൻവയറമെൻ്റൽ ഫാക്ടേഴ്സ് ആണ് ഒരു ബിഹേവിയറിനെ ഇമ്പാക്റ്റ് ചെയ്യുന്ന കുറച്ച് എൻവയറമെൻ്റൽ ഫാക്ടേഴ്സ്. ഏതൊക്കെ ആയിരിക്കും? ഗുഡ് സ്കൂൾ എൻവയറമെൻറ്റ്, ഏർലി സ്റ്റിമുലേറ്റിംഗ് എൻവയറമെൻറ്റ് ആൻഡ് ചൈൽഡ് റിയറിംഗ് പ്രാക്ടീസസ്. നമ്മൾ കുട്ടികളെ വളർത്തുന്ന ഒരു രീതിയുണ്ട്, അതൊരു ഫാക്ടറാണ്. നമ്മളെന്താണോ പഠിപ്പിക്കുന്നത് അതേപോലെ ആയിരിക്കും മക്കൾ നമ്മളെ കണ്ട് വളരുകയാണ് അല്ലെ? അവർ ചെറുപ്പത്തിൽ നമ്മളെ കണ്ടിട്ടാണ് വളരുന്നത്. അപ്പോൾ അതൊക്കെ ഒരു ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അതേപോലെ തന്നെ ഏർലി സ്റ്റിമുലേറ്റിംഗ് എൻവയറമെൻറ്റ്, ചെറുപ്പം തൊട്ടേ നല്ല കാര്യങ്ങളാണ് ചുറ്റും കാണുന്നത് വെച്ചെങ്കിൽ, ഒരു ഗുണ്ടാ സംഘത്തിൻ്റെ ഇടയിൽ വളരുന്ന ഒരു കുട്ടിയാണെന്ന് വെച്ചെങ്കിൽ വലുപ്പത്തിൽ കഴിഞ്ഞാൽ എന്താവും? അത് തന്നെയായിരിക്കും പ്രവർത്തിക്കുക, കാരണം കണ്ടു വളർന്നത് അതാണ്. അതേപോലെ തന്നെ ഗുഡ് സ്കൂൾ എൻവയറമെൻറ്റ്, നല്ലൊരു സ്കൂൾ അറ്റ്മോസ്ഫിയർ, അവിടുത്തെ ടീച്ചേഴ്സ്, അവിടുത്തെ പഠിപ്പിക്കുന്ന രീതി, ഫ്രണ്ട്സ്, പിയേഴ്സ്, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഒരു എൻവയറമെൻ്റൽ ഫാക്ടേഴ്സ് ആണ്. ഹാവ് ആൻ ഇമ്പാക്ട് ഓൺ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദീസ് സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. ദിസ് നേച്ചർ, ഹെറിഡിറ്റി വേഴ്സസ് നർച്ചർ, എൻവയറോൺമെൻറ്റ് ഡിബേറ്റ് ഈസ് സെൻട്രൽ ടു ദ സ്റ്റഡി ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിബേറ്റ് ആണ് എന്ത്?
ഇൻഡിവിജ്വൽ ഡിഫറൻസ് നടക്കുന്നത്. സൈക്കോളജി തുടങ്ങിയ അന്ന് തൊട്ടുള്ളതാണ് എന്ത്, ഈ ഹെറിഡിറ്റി വേഴ്സസ് എൻവയറമെന്റ് അല്ലെങ്കിൽ നേച്ചർ വേഴ്സസ് നച്ചർ. ഇപ്പോഴും ഡിബേറ്റ് ആണ്. പക്ഷെ എന്താണ്, രണ്ടും വേണം. അപ്പോൾ ഈ ഒരു ഡിബേറ്റ് ആണ് ഇൻഡിവിജ്വൽ ഡിഫറൻസസിന്റെ സ്റ്റഡിയുടെ സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടിയിട്ടാണ്. ഇത് രണ്ടും കൂടി ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് പഠിക്കാനായിട്ട് പറ്റുള്ളൂ, ഇൻഡിവിജ്വൽ ഡിഫറൻസ് പഠിക്കാനായിട്ട് പറ്റുള്ളൂ അല്ലെ. നമുക്ക് ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മുടെ നമുക്ക് ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലെ. നമ്മുടെ ഫാമിലിയിൽ നിന്നുള്ള കാര്യങ്ങളും ഉണ്ടാവും, അതേപോലെ തന്നെ എൻവയറമെന്റിൽ നിന്നുള്ള ഫാക്ടേഴ്സും ഉണ്ടാവും. ഇത് രണ്ടും നമ്മുടെ പേഴ്സണാലിറ്റിനെ ഇമ്പാക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്തത് ഡിഫൈനിങ് പേഴ്സണാലിറ്റി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. The term personality refers to characteristics, ways of behaving, but personality is not so simple as we function in a complex and ever-changing world. നമ്മൾ പേഴ്സണാലിറ്റി പറയാണ്. എന്താണ് പേഴ്സണാലിറ്റി? നമ്മൾ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അതാണ് നമ്മുടെ പേഴ്സണാലിറ്റി അല്ലേ. അപ്പൊ ഞാൻ ഭയങ്കര റൂഡായിട്ടാണ് പെരുമാറുന്നത്. ആരും ചിരിച്ചാലും ഞാൻ തിരിച്ച് ചിരിക്കില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞു ഞാൻ ചിലപ്പോൾ ബാഡ് മോർണിംഗ് പറയും. അതൊക്കെ എൻ്റെ പേഴ്സണാലിറ്റിയാണ്. അപ്പം എൻ്റെ ബിഹേവിയറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ്, അതാണ് നമ്മുടെ പേഴ്സണാലിറ്റീനെ കാണിക്കുന്നത്. അപ്പോൾ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവമല്ല. ആസ് വി ഫംഗ്ഷൻ ഇൻ എ കോംപ്ലക്സ് ആൻഡ് എവർ ചേഞ്ചിങ് വേൾഡ്. നമ്മൾ താമസിക്കുന്നത്, നമ്മൾ വളരുന്നതൊക്കെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വേൾഡാണ് അല്ലെ. അറ്റ്മോസ്ഫിയർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്, എൻവയറമെന്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മുടെ പേഴ്സണാലിറ്റി പറയാന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം നമ്മൾ എന്താണോ ബിഹേവ് ചെയ്യുന്നത് അതാണ് നമ്മുടെ പേഴ്സണാലിറ്റിനെ റെഫർ ചെയ്യുന്നത്. 1 സെക്കൻഡ്, ഞാൻ ഡോറൊന്ന് ക്ലോസ് ചെയ്യട്ടെ. നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ മഴയുടെ സൗണ്ട്? ഇല്ല, കേൾക്കത്തില്ല. മഴ സൗണ്ട് കേൾക്കുന്നില്ല. Thus, the everyday use of the term personality refers to the outer roles or characteristics played by the person and relates to nice or charming ways of behaving. നമ്മൾ പേഴ്സണാലിറ്റിയുടെ എവറിഡേ യൂസ്, ഡെയിലി യൂസിൽ നമ്മൾ പേഴ്സണാലിറ്റി പറയാറുണ്ട്. എന്താണ് സംഭവം? ഔട്ടർ റോൾസ് ഓർ ക്യാരക്ടേഴ്സ് പ്ലേഡ് ബൈ ദ പേഴ്സൺ അല്ലേ. പുറമെ എന്ത് കാണുന്നു അതാണ് നമ്മൾ പറയുന്ന പേഴ്സണാലിറ്റി. ആൻഡ് റിലേറ്റ്സ് ടു നൈസ് ഓർ ചാർമിങ് വേസ് ഓഫ് ബിഹേവിങ് അല്ലേ. നല്ല പേഴ്സണാലിറ്റിയാണ്, നല്ല രീതിയിൽ എന്തൊരു ചിരിച്ചിട്ട വർത്താനം പറയുന്നത് അല്ലേ, നല്ലൊരു ബിഹേവിയറാണ്, നന്നായിട്ട് പെരുമാറാനായിട്ട് അറിയാം. ഇതൊക്കെയാണ് നമ്മൾ പുറമേ കാണുന്ന ഔട്ടർ റോൾസ് ആൻഡ് ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ ഇവിടെ പേഴ്സണാലിറ്റി ആയിട്ട് എവറിഡേ യൂസിൽ നമ്മൾ പേഴ്സണാലിറ്റിനെ റെഫർ ചെയ്യുന്നത് അങ്ങനെയാണ്. Individuals differ in physical characteristics, age, gender, nationality, language, and so many other aspects that may not be exactly relevant from a personality viewpoint. നമ്മൾ ഈ പറയുന്ന സാധനങ്ങൾ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് ഏജ്, ജെൻഡർ, പിന്നെ അതുപോലെ തന്നെ നാഷണാലിറ്റി, ഈ പറയുന്ന സാധനങ്ങളൊന്നും നമുക്ക് പേഴ്സണാലിറ്റീനെ വെച്ച് നോക്കാനായിട്ട് പറ്റുമോ? നല്ല പേഴ്സണാലിറ്റിയാണ്, ആണുങ്ങളായതുകൊണ്ട് പേഴ്സണാലിറ്റി നല്ലതാണ് പറ്റില്ല. അപ്പൊ ഏജും ജെൻഡറും നാഷണാലിറ്റി ഇതൊന്നും നമുക്ക് പേഴ്സണാലിറ്റിയുടെ വ്യൂ പോയിന്റിൽ റെഫർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. സൈക്കോളജിസ്റ്റ് യൂഷ്വലി ഡീൽ വിത്ത് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഇൻ പേഴ്സണാലിറ്റി ആൻഡ് ഇന്റലിജൻസ് സെപ്പറേറ്റ്ലി. സൈക്കോളജിസ്റ്റ് എന്താണ് ചെയ്യുന്നത്? പേഴ്സണാലിറ്റീനെയും അതേപോലെ തന്നെ ഇന്റലിജൻസിനെയും രണ്ടും സെപ്പറേറ്റ് ആക്കിയിട്ടാണ് നോക്കുന്നത്. ബുദ്ധിയുള്ളവർക്ക് പേഴ്സണാലിറ്റി കൂടണമെന്നില്ല, ഒരിക്കലുമില്ല. അതേപോലെ തന്നെ പേഴ്സണാലിറ്റി നല്ലതുണ്ടെന്ന് വെച്ചിട്ട് ബുദ്ധി ഉണ്ടാവണമെന്നില്ല. അപ്പം രണ്ടും എന്ത് ചെയ്യണം? സെപ്പറേറ്റ്ലി അസസ് ചെയ്യണം. പേഴ്സണാലിറ്റി അത് നല്ല ബുദ്ധിയുള്ളതാണല്ലോ, അപ്പോൾ പേഴ്സണാലിറ്റി നല്ലതാവാനാണ് ചാൻസ്. അങ്ങനെ ഒരു സബ്ജക്റ്റിവിറ്റി ഇല്ല. പേഴ്സണാലിറ്റി ഇൻ്റലിജൻസ് എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ചെയ്യണം. ദസ് പേഴ്സണാലിറ്റി കൺസിസ്റ്റ് ഓഫ് നോൺ ഇൻ്റലക്ച്വൽ എബിലിറ്റീസ്. കേട്ടോ, നോൺ ഇൻ്റലക്ച്വൽ എബിലിറ്റീസും പേഴ്സണാലിറ്റിയിൽ ഉണ്ടായിരിക്കും. നല്ലൊരു പേഴ്സണാലിറ്റി ഉള്ള ആൾക്ക് ചിലപ്പോൾ ബുദ്ധിപരമായിട്ടുള്ള കഴിവുകൾ ചിലപ്പോൾ ഉണ്ടായിരിക്കണം എന്നില്ല. ചിലപ്പോൾ ആൾക്കൊരു മാത്സ് പ്രോബ്ലം കൊടുത്താൽ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് പേഴ്സണാലിറ്റി ഇല്ല എന്നും പറയാനായിട്ടില്ല. അപ്പോൾ ദസ് പേഴ്സണാലിറ്റി കൺസിസ്റ്റ് ഓഫ് നോൺ ഇൻ്റലക്ച്വൽ എബിലിറ്റീസ്. ഇത്രയും നമുക്കൊന്നുകൂടി പറയാം. പേഴ്സണാലിറ്റീനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് എങ്ങനെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് വേസ് ഓഫ് ബിഹേവിയർ, നമ്മൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മൾ കോമൺ ആയിട്ട് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. പേഴ്സണാലിറ്റി ഡിഫൈൻ ചെയ്യാന്ന് പറയുന്നത് ഒരു സിമ്പിൾ പ്രോസസ്സ് അല്ല. കാരണം ആസ് വി ഫംഗ്ഷൻ ഇൻ എ കോംപ്ലക്സ് ആൻഡ് എവർ ചേഞ്ചിങ് വേൾഡ്. പിന്നെ അതുപോലെ തന്നെ എവറിഡേ യൂസിൽ നമ്മൾ എങ്ങനെയാണ് പേഴ്സണാലിറ്റീനെ റെഫർ ചെയ്യുന്നത്? ഔട്ടർ റോൾസ് ഓർ ക്യാരക്ടർ പ്ലേഡ് ബൈ ദ പേഴ്സൺ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ഡിഫേഴ്സ് ഒക്കെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. അതായത് ഏജ്, ജെൻഡർ, നാഷണാലിറ്റി, ലാംഗ്വേജ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പേഴ്സണാലിറ്റിയുടെ വ്യൂ പോയിന്റിൽ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റില്ല. അതേപോലെ തന്നെ പേഴ്സണാലിറ്റിയും ഇൻ്റലിജൻസും രണ്ടും സെപ്പറേറ്റ് ആണ്. കാരണം പേഴ്സണാലിറ്റി ദസ് കൺസിസ്റ്റ് ഓഫ്
നോൺ ഇൻ്റലക്ച്വൽ എബിലിറ്റീസ്. പേഴ്സണാലിറ്റിയിൽ നോൺ ഇൻ്റലക്ച്വൽ എബിലിറ്റീസ് ഉണ്ടായിരിക്കും. അതിപ്പോൾ ബുദ്ധിയുള്ളവർക്ക് പേഴ്സണാലിറ്റി ഉണ്ട്, ഇല്ലാത്തവർക്ക് ബുദ്ധിയില്ല, അങ്ങനെയൊന്നും പറയാനായിട്ട് പറ്റില്ല. ഓക്കെ, Gordon Allport defined personality as the dynamic organization within the individual of those psychophysical system that determines the individual's characteristic behavior and thought. ഈ സാധനം പഠിച്ചേക്കണം കേട്ടോ, ഈ ഡെഫിനിഷൻ പഠിച്ചേക്കണേ. ഓക്കെ, ഗോർഡൻ ആൽപോർട്ടിന്റെ പേഴ്സണാലിറ്റിയുടെ ഡെഫിനിഷൻ ആണ്. അതായത് ഒരു ഡൈനാമിക് ഓർഗനൈസേഷൻ വിത്തിൻ ദ ഇൻഡിവിജ്വൽ, ഒരു ഇൻഡിവിജ്വൽസിന്റെ ഉള്ളിലുള്ള ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. ഓഫ് ദോസ് സൈക്കോ ഫിസിക്കൽ സിസ്റ്റം, രണ്ടും ഉണ്ട്. നമ്മുടെ ബോഡിയും മൈൻഡും ഒരുപോലെ അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഡിറ്റർമിൻ ദ ഇൻഡിവിജ്വൽസ് ക്യാരക്ടറിസ്റ്റിക്സ് ബിഹേവിയർ ആൻഡ് തോട്ട്. ഇത് രണ്ടും എന്ത് ചെയ്യാണ്? നമ്മുടെ ബിഹേവിയറിനെയും തോട്ടിനെയും ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഈ രണ്ടും കൂടെ, ബിഹേവിയറും തോട്ടും കൂടെ ഡിറ്റർമിൻ ചെയ്ത് പുറത്തേക്ക് വരുന്നതാണ് എന്ത്? നമ്മുടെ പേഴ്സണാലിറ്റി. അപ്പം നമ്മുടെ ഉള്ളിലുള്ള സൈക്കോ ഫിസിക്കൽ സിസ്റ്റം, സൈക്കോ മീൻസ് മൈൻഡ്, ഫിസിക്കൽ മീൻസ് ബോഡി, രണ്ടും കൂടെ വർക്ക് ചെയ്യാണ് നമ്മുടെ ബിഹേവിയറിനെയും തോട്ടിനെയും ഒരുമിച്ച് കൺട്രോൾ ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു സംഭവമാണ് എന്ത്? നമ്മുടെ പേഴ്സണാലിറ്റി. ദിസ് ഡെഫിനിഷൻ എംഫസൈസസ് ഓൺ ദ ഫോളോയിങ് മെയിൻ ആസ്പെക്ട്സ്. അപ്പം ഈ ഒരു ഡെഫിനിഷൻ പഠിച്ചാൽ നമുക്ക് അടുത്ത ഈ ഒരു ആസ്പെക്ട്സ് എഴുതാനായിട്ട് പറ്റുള്ളൂ. 4 മെയിൻ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഫസ്റ്റ് വൺ ഓർഗനൈസേഷൻ, സെക്കൻഡ് വൺ ഡൈനാമിക് സൈക്കോ ഫിസിക്കൽ സിസ്റ്റംസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക് ബിഹേവിയർ ആൻഡ് തോട്ട്. അങ്ങനെ 4 കാര്യങ്ങളുണ്ട്. ഓർഗനൈസേഷൻ refers to the idea that a personality is whole. It is the individual in totality, not a few aspects of the individual. Thus, personality is specific and unique for each and every individual. Organization എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഗനൈസ് ചെയ്ത് വെച്ചേക്കാണ്, കൂട്ടിച്ചേർത്ത് അവിടെ വെച്ചേക്കുക. അതായത് പേഴ്സണാലിറ്റീസ് എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള കാര്യമാണ്. refers to idea that personality is whole. ഒരാളുടെ മൊത്തത്തിലുള്ള കാര്യത്തിനെയാണ് നമ്മൾ പേഴ്സണാലിറ്റി എന്ന് പറയുക. അതിൽ ഒരുപാട് ട്രേറ്റ്സും ആസ്പെക്റ്റ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പം എൻ്റെ പേഴ്സണാലിറ്റി നല്ലതാന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ടായിരിക്കും. ഇറ്റ് ഈസ് ദ ഇൻഡിവിജ്വൽ ഇൻ ടോട്ടാലിറ്റി. അല്ല, മൊത്തത്തിൽ ഒരു ഇൻഡിവിജ്വൽ എങ്ങനെയാണ്, ആൻഡ് നോട്ട് എ ഫ്യൂ ആസ്പെക്ട്സ് ഓഫ് ദി ഇൻഡിവിജ്വൽ. അയാളുടെ കുറച്ച് കാര്യങ്ങൾ മാത്രം നമുക്ക് പേഴ്സണാലിറ്റി. കുറച്ച് കാര്യങ്ങൾ നല്ലതാണ്, കുറച്ച് പൊട്ടയാണ്, അത് പേഴ്സണാലിറ്റി അല്ല. അതിന് നമുക്ക് പേഴ്സണാലിറ്റി എന്ന് പറയാൻ പറ്റില്ല. മൊത്തത്തിൽ കുറേ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് നല്ല കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് നമുക്ക് പേഴ്സണാലിറ്റി പറയാൻ പറ്റില്ല. അവർക്ക് കുറച്ച് ചീത്ത വശങ്ങളും ഉണ്ട്, കുറച്ച് നല്ല വശങ്ങളും ഉണ്ട്. രണ്ടും കൂടെ കൂട്ടിയിട്ടാണ് പേഴ്സണാലിറ്റിയുടെ പറയാം. Thus, personality is specific and unique for each and every individual. അതുകൊണ്ടാണ് പേഴ്സണാലിറ്റി യുണീക്ക് ആണെന്ന് പറയുന്നത്. സ്പെസിഫിക് ആൻഡ് യുണീക്ക് ഫോർ ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽ. ഓരോരുത്തർക്കും എന്താണ്? ഡിഫറെൻ്റ് ആയിരിക്കും. അത് അവരവരുടെ മാത്രം പേഴ്സണാലിറ്റിയാണ്. കാരണം ഒരാൾക്ക് നല്ല വശങ്ങളും ഉണ്ട്, പൊട്ട വശങ്ങളും ഉണ്ട്. പൊട്ട വശം ഒഴിവാക്കിയിട്ട് നല്ല വശം മാത്രം ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് പേഴ്സണാലിറ്റി പറയാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ എന്താണ്? എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് പേഴ്സണാലിറ്റി പറയുക. അപ്പം ഇറ്റ് ഈസ് ദി ഇൻഡിവിജ്വൽ ഇൻ ടോട്ടാലിറ്റി. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? സ്പെസിഫിക് ആയിരിക്കും, യൂണീക്ക് ആയിരിക്കും. ഓക്കെ ആണോ ആദ്യത്തെ ആസ്പെക്ട്? ഇനി അടുത്തത് ഡൈനാമിക് ആയിരിക്കും. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് പേഴ്സണാലിറ്റി ഈസ് നോട്ട് സ്റ്റാറ്റിക് ബട്ട് ഡൈനാമിക് ഇൻ നേച്ചർ. സ്ഥിരതയില്ല, പേഴ്സണാലിറ്റിക്ക് ഒരിക്കലും സ്ഥിരതയില്ല. ഇറ്റ് ഈസ് അഡാപ്റ്റീവ് ആൻഡ് സെൻസിറ്റീവ് ടു ദ കോണ്ടെക്സ്റ്റ് ആൻഡ് എൻവയറമെന്റ്. നമ്മുടെ കോണ്ടെക്സ്റ്റിന് അല്ലെങ്കിൽ എൻവയറമെന്റിനോട് ഇത് അഡാപ്റ്റീവ് ആണ്, സെൻസിറ്റീവ് ആണ്. കോണ്ടെക്സ്റ്റ് മാറുന്നതിനനുസരിച്ച് പേഴ്സണാലിറ്റിയിൽ മാറ്റങ്ങൾ വരും. അതാണ് ഡൈനാമിക് ആസ്പെക്ട്. ഇനി അടുത്തത് സൈക്കോ ഫിസിക്കൽ സിസ്റ്റം. includes both the physical or biological as well as psychological or mental aspects of the personality. ഇതിൽ എന്തുണ്ട്? ഫിസിക്കലും ബയോളജിക്കലും ഉണ്ട്, അതേപോലെ തന്നെ സൈക്കോളജിക്കലും ഉണ്ട്. കണ്ടോ? മൈൻഡും ബോഡിയും രണ്ടും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് എന്ത് പറയുന്നത്? പേഴ്സണാലിറ്റീനെ പറയുന്നത്. നെക്സ്റ്റ്, ക്യാരക്ടറിസ്റ്റിക്സ് ബിഹേവിയർ ആൻഡ് തോട്ട് refers to traits which indicates relatively stable and consistent ways of thoughts, emotional responses and behavior. ഇവിടെ ബിഹേവിയേഴ്സിൻ്റെയും തോട്ടിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് രണ്ടും എങ്ങനെയാണ് വരുന്നത്? ട്രേറ്റ് വിച്ച് ഇൻഡിക്കേറ്റ്സ് റിലേറ്റീവ്ലി സ്റ്റേബിൾ ആൻഡ് കൺസിസ്റ്റന്റ് വേസ് ഓഫ് തോട്ട്. ആ ബിഹേവിയറും തോട്ട്സ് എങ്ങനെയായിരിക്കും? സ്റ്റേബിൾ ആയിരിക്കും, റിലേറ്റീവ്ലി സ്റ്റേബിൾ. അപ്പോഴൊരു ഫുൾ ടൈം സ്റ്റേബിൾ അല്ല, റിലേറ്റീവ്ലി സ്റ്റേബിൾ ആൻഡ് കൺസിസ്റ്റന്റ് വേസ് ഓഫ് തോട്ട്സ്, ഇമോഷണൽ റെസ്പോൺസസ് ആൻഡ് ബിഹേവിയർ. ഇതാണ് നമ്മുടെ ബിഹേവിയറിൻ്റെയും തോട്ടിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്. 4 ആസ്പെക്റ്റ് ആണ്: ഓർഗനൈസേഷൻ, ഡൈനാമിക്, സൈക്കോ ഫിസിക്കൽ സിസ്റ്റം ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ബിഹേവിയർ ആൻഡ് തോട്ട്. ഗോർഡൻ ആൽപോർട്ടിൻ്റെ ഡെഫിനിഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ 4 ആസ്പെക്ട്സ് ഉള്ളത്. ഇനി ട്രേറ്റും സ്റ്റേറ്റും അതുപോലെ തന്നെ പേഴ്സണാലിറ്റി എന്നുള്ള ഡിഫറെൻ്റ് ആണ് പറയുന്നത്. Trait underline an internal disposition or preference to act. Thus, it focuses on differences between individuals. Why different individuals differ in their thoughts, feelings or behavior. Trait എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ആണ്.
അതായത് ഒരു 10 ആളെ നിർത്തി, ആ 10 ആളുടെ ട്രേറ്റ് എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. സ്വഭാവ രീതി എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നതാണ് ട്രേറ്റ്, സ്വഭാവ രീതി. നമ്മുടെ രീതികൾ വ്യത്യാസമായിരിക്കും. ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് നടന്ന സ്ഥലത്ത് ഒരു 10 പേര് കാണിക്കുന്നത് 10 തരത്തിലായിരിക്കും. ചിലർ വെറുതെ നോക്കി നിൽക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും, ചിലർ ഹെൽപ്പ് ചെയ്യുന്നവരുണ്ടായിരിക്കും, ചിലർ വീഡിയോ എടുക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും, ആംബുലൻസ് വിളിക്കുന്നവരുണ്ടായിരിക്കും, സ്വന്തം വണ്ടി കൊടുന്ന് കയറ്റുന്ന ആൾക്കാരുണ്ടായിരിക്കും. അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാർ. അപ്പോൾ ഇതിനെ നമുക്ക് ട്രേറ്റ് എന്ന് പറയാം. കാരണം എന്താണ്? ഡിഫറെൻ്റ് ആണ്. ഓരോ ഇൻഡിവിജ്വൽസിൻ്റെ ഇടയിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ ട്രേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, സ്വഭാവ രീതി. വൈ ഡിഫറൻസ് ഇൻഡിവിജ്വൽസ് ഡിഫർ ഇൻ ദയർ തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ഓഫ് ബിഹേവിയർ. എന്തുകൊണ്ടാണ് ഇൻഡിവിജ്വൽസ് ഇങ്ങനെ അവരുടെ തോട്ട്സിലും ഫീലിങ്സിലും ബിഹേവിയറിലും ഡിഫറൻസ് ആയിരിക്കുന്നത്? ഇതാണ് നമ്മൾ ട്രേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളുടെ മാത്രം അവസ്ഥയാണ് കേട്ടോ. റെഫേഴ്സ് ടു ഡിഫറൻസസ് വിത്തിൻ ദ ഇൻഡിവിജ്വൽ. ഒരാളുടെ മാത്രം. ഇപ്പോൾ എന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെ ഒരു 10 സിറ്റുവേഷനിൽ കൊണ്ടുപോയി നിർത്തി കഴിഞ്ഞാൽ ആ 10 സിറ്റുവേഷനിൽ ഞാൻ ബിഹേവ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോൾ വേറെ രീതിയായിരിക്കും, ഒരു കല്യാണത്തിന് പോയാൽ വേറെ രീതിയായിരിക്കും, ഒരു മരണ വീട്ടിൽ പോയാൽ വേറെ രീതിയായിരിക്കും, ഒരു ആക്സിഡൻറ്റ് കണ്ടാൽ വേറെ രീതിയായിരിക്കും, ഹോസ്പിറ്റലിൽ പോയാൽ വേറെ രീതിയായിരിക്കും. അങ്ങനെ ഒരാളെ തന്നെ പല സിറ്റുവേഷനിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ഡിഫറെൻ്റ്ലി എങ്ങനെ ബിഹേവ് ചെയ്യുന്നുണ്ട്, അതാണ് സ്റ്റേറ്റ് അപ്രോച്ച്. രണ്ടും മനസ്സിലായോ? ട്രേറ്റും സ്റ്റേറ്റും ഒക്കെയാണോ? ഓക്കെ. Research has generated evidence for the biological basis of personality traits. Genetic factors, brain structures and neurochemistry have been found to play important role in personality. റിസർച്ചുകൾ അങ്ങനെ ബയോളജിക്കൽ ബേസിസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ട്രൈറ്റ്സിനെ ഇമ്പാക്റ്റ് ചെയ്യുന്ന ബയോളജിക്കൽ ബേസിസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ജനറ്റിക് ഫാക്ടേഴ്സ് ആണ് ഒന്ന്, പിന്നെ ബ്രെയിൻ സ്ട്രക്ചേഴ്സ്, ന്യൂറോ കെമിസ്ട്രി, ഇതൊക്കെ എന്താണ്? നമ്മുടെ പേഴ്സണാലിറ്റീനെ ഇമ്പാക്റ്റ് ചെയ്യുന്ന സാധനങ്ങളാണ്. Of course, the environment also plays a role as the expression of the genes of the individual is affected by it. അതേപോലെ തന്നെ എന്തുണ്ട്? എൻവയറമെൻറ്റ് ഫാക്ടേഴ്സും ഉണ്ട്. ഇതിനും നമ്മുടെ ഇടയിൽ നമ്മുടെ ജീൻസിനായാലും അതുപോലെ തന്നെ എൻവയറമെൻ്റൽ ഫാക്ടേഴ്സും രണ്ടും നമ്മുടെ ഇൻഡിവിജ്വൽസിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റീനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ജീൻസ് ആർ ഓൾസോ റെസ്പോൺസിബിൾ ഫോർ പ്രൊഡ്യൂസിങ് ബയോളജിക്കൽ ഡിഫറൻസസ് ഇൻ പേഴ്സണാലിറ്റി. ദീസ് ഡിഫറൻസസ് ആർ കോൾഡ് ടെമ്പറാമെൻറ്റ്സ്. ജീനുകൾ വഴി നമുക്ക് വരുന്ന ഡിഫറൻസ് അല്ലെ, ജനറ്റിക് ആയിട്ട് നമുക്ക് കിട്ടുന്ന ബയോളജിക്കൽ ഡിഫറൻസസ്, ഈ ഡിഫറൻസിനെയാണ് നമ്മൾ ടെമ്പറാമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതായത് പാരമ്പര്യമായിട്ട് നമ്മൾ കൈമാറി വരുന്ന കുറച്ച് സ്വഭാവ രീതികൾ, അതിനെയാണ് നമ്മൾ ടെമ്പറാമെൻറ്റ് എന്ന് പറയുന്നത്. വിച്ച് റെഫേഴ്സ് ടു ജനറൽ ടെൻഡൻസീസ് ടു ഫീൽ ഓർ ആക്ട് ഇൻ എ പെർട്ടിക്കുലർ വേസ്. ദീസ് ആർ ബ്രോഡർ ദാൻ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ആൻഡ് ആർ മോർ സ്റ്റേബിൾ ആസ് ദേ ഹാവ് ബയോളജിക്കൽ റൂട്ട്സ്. അപ്പോൾ ഇതെന്താണ്? ട്രേറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ടെമ്പറാമെൻറ്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടി സ്റ്റേബിളാണ്. കാരണം എന്താണ്? അതിന് ബയോളജിക്കൽ റൂട്ട്സ് ഉണ്ട്. കാരണം ജീനുകൾ വഴിയാണ് നമുക്ക് ടെമ്പറാമെൻറ്റ്സ് കിട്ടുന്നത്. തലമുറകളായിട്ട് ഇങ്ങനെ കൈമാറി വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിനൊരു ബയോളജിക്കൽ റൂട്ട് ഉണ്ട്, ഒരു വേരിങ്ങനെ അടിയുറച്ചിങ്ങനെ കിടക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ പേഴ്സണാലിറ്റി ട്രേറ്റിനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ ഇത് കുറച്ച് ബ്രോഡർ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്, മോർ സ്റ്റേബിൾ ആണ്, ആസ് ദേ ഹാവ് ബയോളജിക്കൽ റൂട്ട്സ്. ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് ആസ്പെക്ട്സ് ഓഫ് പേഴ്സണാലിറ്റി. പേഴ്സണാലിറ്റിയുടെ ആസ്പെക്ട്സ് ബയോളജിക്കൽ ആസ്പെക്ട്സും ഉണ്ട്, അതേപോലെ തന്നെ സൈക്കോ സോഷ്യൽ ആസ്പെക്ട്സും ഉണ്ട്. ബയോളജിക്കൽ ആസ്പെക്ട്സ് ഫിസിക്കൽ അപ്പിയറൻസ് ഓഫ് എൻ ഇൻഡിവിജ്വൽ, ഒരാളുടെ പുറമെ കാണുന്ന ഒരു ഫിസിക്കൽ അപ്പിയറൻസ് എന്താണ്. ഫിസിയോളജിക്കൽ പ്രോസസ്സസ് ആൻഡ് ഹോർമോൺസ് വിച്ച് ഹാവ് ആൻ ഇഫക്റ്റ് ഓൺ ദ പേഴ്സണാലിറ്റി ആൻഡ് ബിഹേവിയർ ഓഫ് ദ ഇൻഡിവിജ്വൽ. ഇനി ഫിസിയോളജിക്കൽ പ്രോസസ്സ്, നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ബോഡി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പേഴ്സണാലിറ്റീനെയും അതുപോലെ തന്നെ ബിഹേവിയറിനെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ലാസ്റ്റ് നമ്മൾ പറഞ്ഞ ടെമ്പറാമെൻറ്റ് ഓൾസോ പ്ലേ എ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഷേപ്പിംഗ് വൺസ് പേഴ്സണാലിറ്റി. ഒരാളുടെ പേഴ്സണാലിറ്റി ഷേപ്പ് ചെയ്യുന്നതിൽ ടെമ്പറാമെൻറ്റും റോൾ. അപ്പോൾ ബയോളജിക്കൽ ആസ്പെക്ട്സ് എന്തൊക്കെയാണ്? ഒന്ന് ഫിസിക്കൽ അപ്പിയറൻസ്, പിന്നെ ഫിസിയോളജിക്കൽ പ്രോസസ്സസ് ആൻഡ് ഹോർമോൺസ്, ആൻഡ് ലാസ്റ്റ് വൺ ടെമ്പറാമെൻറ്റ്. ഇനി അടുത്തതാണ് സൈക്കോ സോഷ്യൽ ആസ്പെക്ട്സ്. Interest of the individual. These interests are acquired and may be influenced by parents, peer group and other situational factors. നമ്മുടെ ഇൻട്രസ്റ്റുകൾ, ഇപ്പോൾ എനിക്ക് സൈക്കോളജി പഠിക്കാനാണ് ഇഷ്ടം. എൻ്റെ പേഴ്സണാലിറ്റീനെ അത് ഒരുപാട് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പഠിച്ചു തുടങ്ങിയതിന് ശേഷം ഒരുപാട് എൻ്റെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ എൻ്റെ ബിഹേവിയറിനെ മാറ്റേണ്ടതെന്ന് എനിക്ക് നല്ല തോന്നലുണ്ട്. ഒരുപാട് സാഹചര്യങ്ങളിൽ എനിക്ക് എൻ്റെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരാളുടെ ഇൻട്രസ്റ്റ് എന്താണ്?
ആളുടെ ബിഹേവിയറിനെ അല്ലെങ്കിൽ പേഴ്സണാലിറ്റീനെ മാറ്റാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ദീസ് ഇൻട്രസ്റ്റ് ആർ അക്വയർഡ് ആൻഡ് മേ ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ പാരൻസ്, പിയർ ഗ്രൂപ്പ് ആൻഡ് അതർ സിറ്റുവേഷണൽ ഫാക്ടേഴ്സ്. ഇത് ബാക്കിയുള്ളവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാം. ഇപ്പോൾ പാരൻസ് എന്നെ സപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പ് ആൻഡ് അതർ സിറ്റുവേഷണൽ ഫാക്ടേഴ്സ്, ഇവരൊക്കെ എനിക്ക് തരുന്ന ഇൻട്രസ്റ്റ് ആയാലും അതെൻ്റെ ബിഹേവിയറിന് അല്ലെങ്കിൽ എൻ്റെ പേഴ്സണാലിറ്റീനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ആൻഡ് എബിലിറ്റീസ് ഓഫ് ദി ഇൻഡിവിജ്വൽ ഓൾസോ ഹാവ് ആൻ ഇമ്പാക്റ്റ് ഓൺ ഹിസ് പേഴ്സണാലിറ്റി. എബിലിറ്റീസ്, നമ്മുടെ കഴിവുകൾ. സ്വയമായിട്ട് എനിക്ക് യാതൊരു കഴിവില്ലാത്ത ഒരാളാണെന്ന് തോന്നുന്നു കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണാലിറ്റീനെ അത് ബാധിക്കും. അപ്പോൾ എനിക്ക് ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു കണക്ക് ചെയ്യാൻ ഒരു പ്രോബ്ലം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ആ കുട്ടിക്ക് തന്നെത്താൻ എന്താണ് ഒരു വിഷമം വരികയാണ് ഉള്ളിൽ. കാരണം എനിക്കൊന്നിനും പറ്റുന്നില്ല, ഇതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. മറ്റുള്ള കുട്ടികൾ ഡ്രോയിങ്ങിന് പോകുന്നു, പാട്ട് പാടുന്നു, ഡാൻസ് കളിക്കുന്നു, എനിക്ക് ഒന്നിനും പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ കഴിവുകളിൽ എനിക്ക് വിശ്വാസമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്തായി, അത് പേഴ്സണാലിറ്റീനെ ഇമ്പാക്റ്റ് ചെയ്യും. കാരണം ഓൾറെഡി ആ കുട്ടി ഇങ്ങനെ ഡള്ളായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എബിലിറ്റീസ് ഓഫ് ദി ഇൻഡിവിജ്വൽ ഓൾസോ ഹാവ് ആൻ ഇമ്പാക്റ്റ് ഓൺ പേഴ്സണാലിറ്റി. നെക്സ്റ്റ് അടുത്തത് സോഷ്യബിലിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ വിച്ച് റെഫേഴ്സ് ടു റിലേറ്റിംഗ് ആൻഡ് ഇൻട്രാക്ടിങ് വിത്ത് അതേഴ്സ് ഇൻ എ സോഷ്യൽ എൻവയറമെൻറ്റ്. ഇനി അടുത്തത് സോഷ്യബിലിറ്റിയാണ്. നമ്മുടെ സോഷ്യൽ ആക്ടിവിറ്റീസ് എന്താണ്, നമ്മുടെ പേഴ്സണാലിറ്റീനെ ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. വിച്ച് റെഫേഴ്സ് ടു റിലേറ്റിംഗ് ആൻഡ് ഇൻട്രാക്ടിങ് വിത്ത് അതേഴ്സ് ഇൻ എ സോഷ്യൽ എൻവയറമെൻറ്റ്. അല്ലേ, നമ്മൾ സൊസൈറ്റിയിലോട്ട് ഇറങ്ങി ചെന്ന് ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ എന്താണ്, അവിടുത്തെ ആൾക്കാരായിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് പറ്റും. അത് നമ്മുടെ പേഴ്സണാലിറ്റീനെ ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അല്ലേ, കുറേ ആൾക്കാരെ നമ്മൾ കണ്ട് ഇടപഴകി വർത്താനം പറഞ്ഞ് കുറേ അറിവുകളൊക്കെ നമുക്ക് കിട്ടും. നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്ന ഒരു സൈക്കോ സോഷ്യൽ ആസ്പെക്റ്റാണ് അപ്പോൾ എന്ത്, സോഷ്യബിലിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ. ആൻഡ് നെക്സ്റ്റ് വൺ, ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഇൻഡിവിജ്വൽ ഷേപ്പ് ദ പേഴ്സണാലിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ. ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സ്, നമ്മുടെ ഇമോഷൻസ്. പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണെന്ന് വെച്ചെങ്കിൽ അപ്പോൾ നമ്മൾ എന്താ പറയുക, ആളൊരു ജാതി പേഴ്സണാലിറ്റിയാണ് അല്ലേ, ഭയങ്കര ദേഷ്യം വരും, ഭയങ്കര റൂഡാണ്, അങ്ങനെ പറയാം. അപ്പോൾ ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് പേഴ്സണാലിറ്റീനെ ഷേപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ആൻഡ് ലാസ്റ്റ് വൺ, ടിപ്പിക്കൽ ബിഹേവിയറൽ റെസ്പോൺസസ്. നമ്മൾ ഓരോ ബിഹേവിയറിനോടും നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു ടൈപ്പ്, എങ്ങനെയാണ് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത്, അത് നമ്മുടെ പേഴ്സണാലിറ്റീനെ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ആസ്പെക്ട്സ് ഓഫ് പേഴ്സണാലിറ്റിയിൽ വരുന്നത്. ഫസ്റ്റ് വൺ ബയോളജിക്കൽ ആൻഡ് സെക്കൻഡ് വൺ സൈക്കോ സോഷ്യൽ ആസ്പെക്റ്റ്. ബയോളജിക്കലിൽ നമ്മൾ പറഞ്ഞത് ഫിസിക്കൽ അപ്പിയറൻസ്, ഫിസിയോളജിക്കൽ പ്രോസസ് ആൻഡ് ഹോർമോൺസ്, ടെമ്പറാമെൻറ്റ്. ഈ സൈക്കോ സോഷ്യൽ ആസ്പെക്റ്റിൽ എന്താണ്, ഇൻഡിവിജ്വൽസിൻ്റെ ഇൻട്രസ്റ്റ്, പിന്നെ അതുപോലെ തന്നെ പാരൻസ്, പിയർ ഗ്രൂപ്പ്സ്, അതർ സിറ്റുവേഷണൽ ഫാക്ടേഴ്സ്, ഇതുവഴിയൊക്കെ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ്, അത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തത് എബിലിറ്റീസ് ഓഫ് ദി ഇൻഡിവിജ്വൽ. ആൻഡ് നെക്സ്റ്റ് വൺ സോഷ്യബിലിറ്റി, ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ടിപ്പിക്കൽ ബിഹേവിയർ റെസ്പോൺസസ്. ഓക്കെ ആണോ ആസ്പെക്ട്സ്? Okay. നെക്സ്റ്റ് വൺ, തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി. പേഴ്സണാലിറ്റിയുടെ തിയറീസ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. പേഴ്സണാലിറ്റി ഹാസ് ഓൾസോ ബീൻ എക്സ്പ്ലെയിൻഡ് ആൻഡ് അണ്ടർസ്റ്റുഡ് ഫ്രം ദ വ്യൂ പോയിന്റ് ഓഫ് മേജർ സൈക്കോ സോഷ്യൽ തിയറീസ് സച്ച് ആസ് സൈക്കോ അനാലിറ്റിക്, ബിഹേവിയറൽ, ഹ്യൂമാനിസ്റ്റിക് തിയറീസ്. മൂന്നെണ്ണമാണ് കേട്ടോ പഠിക്കാനുള്ളത്. ഒന്ന് സൈക്കോ അനാലിറ്റിക്, ബിഹേവിയറൽ ആൻഡ് ഹ്യൂമാനിസ്റ്റിക് തിയറീസ്. 3 തിയറീസും എക്സാമിന് വന്നിട്ടുള്ളതാണ്. ആദ്യത്തെയാണ് സൈക്കോ ഡൈനാമിക് തിയറി. കേട്ടിട്ടുണ്ടോ സൈക്കോ ഡൈനാമിക് തിയറി? ഉണ്ട്. നമ്മുടെ ഫ്രൂയിഡിന്റെ സൈക്കോ ഡൈനാമിക് തിയറി വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ ഒക്കെ ഈ സാധനം പഠിക്കുന്നുണ്ട്. ഈ ഒരു വർഷം നന്നായി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷമൊക്കെ അത് സ്കിപ്പ് ചെയ്ത് പോവാം. ഫ്രൂയിഡ് വാസ് ദ പയനിയർ ഇൻ സൈക്കോ ഡൈനാമിക് തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി വിച്ച് ഇൻക്ലൂഡ്സ് തിയറീസ് മെയിൻഡ് ബൈ ഫ്രൂയിഡ്, എറിക്സൺ ആൻഡ് ആഡ്ലർ. അപ്പോൾ ഫ്രൂയിഡ് ആണ് ആര് സൈക്കോ ഡൈനാമിക്കിന്റെ മെയിൻ ആയിട്ടുള്ള ആൾക്കാർ. ഫ്രൂയിഡ്, എറിക്സൺ, ആഡ്ലറൊക്കെ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി മെയിൻ ആയിട്ട് ഫ്രൂയിഡ് ആണ് സൈക്കോ ഡൈനാമിക് തിയറീസിൽ എടുത്തു പറയാനായിട്ട് അദ്ദേഹത്തിന്റെ തിയറിയാണുള്ളത്. ഫ്രൂയിഡ്സ് ഒറിജിനൽ തിയറി വാസ് കോൾഡ് സൈക്കോ അനാലിസിസ്. അതിന് മെയിൻ ആയിട്ട് സൈക്കോ അനാലിസിസ് എന്നാണ് വിളിച്ചിരുന്നത്. ദ സൈക്കോ ഡൈനാമിക് തിയറീസ് ഇൻക്ലൂഡ് സൈക്കോ അനാലിസിസ് എംഫസിസ് ദ റോൾ ഓഫ് അൺകോൺഷ്യസ് മോട്ടീവ്സ്, ഡിസയേഴ്സ് ആൻഡ് ഫോഴ്സസ് ഇൻ ഷേപ്പിംഗ് ദ പേഴ്സണാലിറ്റി ഓഫ് എൻ ഇൻഡിവിജ്വൽ. ഇവിടെ ഫോക്കസ് ചെയ്തത് അദ്ദേഹം അൺകോൺഷ്യസ് മോട്ടീവ്സ്, ഡിസയേഴ്സ് ആൻഡ് ഫോഴ്സസ് ഇൻ ഷേപ്പിംഗ് ദ പേഴ്സണാലിറ്റി. നമ്മുടെ 3 കാര്യങ്ങൾ പറയാം നമുക്ക്. ഒന്ന് കോൺഷ്യസ് ആയിട്ടുള്ളത്, അതായത് കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഫുള്ളി അവെയർ ആണ്, നമ്മൾ ബോധത്തോടെ ഇരിക്കുന്ന ടൈമിലാണ് കോൺഷ്യസ് എന്ന് പറയുന്നത്. ആൻഡ് അൺകോൺഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ബോധമല്ല, ചിലപ്പോൾ നമ്മൾ ഉറങ്ങുന്ന ടൈം ആയിരിക്കാം അല്ലേ അൺകോൺഷ്യസ്. നമുക്ക് ഒരു അവയർനെസ് ഇല്ലാത്ത ഒരു ടൈമാണ് അൺകോൺഷ്യസ്. ആൻഡ് സബ് കോൺഷ്യസ്, ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള സംഭവമാണ് സബ് കോൺഷ്യസ്.
അങ്ങനെ 3 കോൺഷ്യസ് സ്റ്റേറ്റുകളുണ്ട്. ഇറ്റ് ഈസ് കോൾഡ് ആസ് ഇതിൽ അൺകോൺഷ്യസിനാണ് കൂടുതൽ ഫ്രൂയിഡ് ഫോക്കസ് കൊടുത്തത്. അതായത് നമ്മുടെ അൺകോൺഷ്യസിൽ കിടക്കുന്ന മോട്ടീവ്സ്, ഡിസയേഴ്സ് ആൻഡ് ഫോഴ്സസ്, നമ്മുടെ അൺകോൺഷ്യസിൽ വരുന്ന സാധനങ്ങളാണ് നമ്മുടെ പേഴ്സണാലിറ്റീനെ ഷേപ്പ് ചെയ്യുന്നതെന്നാണ് ഫ്രൂയിഡ് പറയുന്നത്. It is called dynamic as there is a constant tussle or conflict between the unconscious and conscious psychological forces. കണ്ടോ, ഇതൊരു ഡൈനാമിക് സിസ്റ്റം ആണ്. കാരണം ഇവിടെ സൈക്കോഡൈനാമിക് എന്നല്ല പറയുന്നത്. അതായത് കോൺസ്റ്റന്റ് ടസൽ ഓർ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ അൺകോൺഷ്യസ് ആൻഡ് കോൺഷ്യസ് സൈക്കോളജിക്കൽ ഫോഴ്സസ്. അപ്പോൾ കോൺഷ്യസും ഉണ്ട് അൺകോൺഷ്യസും ഉണ്ട്. ഇതിന്റെ ഇടയിൽ കിടന്നിട്ട് ഇങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് വരികയാണ്. കാരണം കോൺഷ്യസ് ഒരു കാര്യം പറയും, അൺകോൺഷ്യസ് വേറെ കാര്യം പറയും. അപ്പൊ രണ്ടിന്റെ ഇടയിൽ കിടന്ന് ഇങ്ങനെ കൺഫ്യൂഷൻ വരും. അപ്പോഴാണ് നമുക്കൊരു ഈ ഒരു പേഴ്സണാലിറ്റിയിൽ മാറ്റം വരുന്നത്. ആ ഒരു തിയറിയാണ് ആര് കൊണ്ടുവന്നത്? ഫ്രൂയിഡിന്റെ സൈക്കോ അനാലിസിസിലൂടെ അദ്ദേഹം കൊണ്ടുവന്നത്. അക്കോർഡിംഗ് ടു ഫ്രൂയിഡ്, അവർ ബിഹേവിയർ ആൻഡ് പേഴ്സണാലിറ്റി ഡിറ്റർമിൻഡ് ബൈ അൺകോൺഷ്യസ് നീഡ്സ്. നമ്മുടെ ബിഹേവിയറും പേഴ്സണാലിറ്റിയും ഒക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത് അൺകോൺഷ്യസ് നീഡ്സ്, മെമ്മറീസ് ആൻഡ് മോട്ടിവേഷൻ. നമ്മുടെ അൺകോൺഷ്യസ് ആയിട്ടുള്ള ആവശ്യങ്ങളും മെമ്മറീസും മോട്ടിവേഷൻസ് ഒക്കെയാണ് നമ്മുടെ ബിഹേവിയറിനെയും പേഴ്സണാലിറ്റിനെയും ഒക്കെ തീരുമാനിക്കുന്നത് എന്ന് ഫ്രൂയിഡ് പറഞ്ഞു. അവർ തോട്ട്സ് ആൻഡ് ഫീലിംഗ്സ് ആൻഡ് മോട്ടീവ്സ് അണ്ടർലൈൻ ബിഹേവിയർ ആർ മോസ്റ്റ്ലി അൺകോൺഷ്യസ്. നമ്മുടെ കൂടുതൽ ആഗ്രഹങ്ങളായാലും നമ്മുടെ ചിന്തകളായാലും നമ്മുടെ ഫീലിങ്സ് ആയാലും ഒക്കെ കൂടുതൽ അൺകോൺഷ്യസിലാണ് കിടക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. Freud represents the unconscious part as the greater portion of an iceberg lying under water, whereas the smaller portion of it above water represents the conscious awareness. കണ്ടോ, ഈ ഒരു പിക്ചർ കണ്ടാൽ മനസ്സിലാവും. ഇതൊരു ഐസ്ബർഗ് ആണ്. ഈ ഐസ്ബർഗിന്റെ കണ്ടോ, ഇവിടെ തൊട്ടിട്ട് താഴേക്കുള്ള ഭാഗം മൊത്തം എന്താണ്? അൺകോൺഷ്യസ് ആണ്. ഒരു ഐസ്ബർഗിന്റെ ഏറ്റവും കൂടുതൽ ഭാഗം, ഈ ഐസ്ബർഗ് ആണ് നമ്മുടെ മൈൻഡ്. അതിൽ ഏറ്റവും കൂടുതൽ കിടക്കുന്ന എവിടെയാണ്? അൺകോൺഷ്യസിലാണ്. കുറച്ച് ഭാഗം മാത്രം, അതായത് ഇതിന്റെ മേലേക്കുള്ള ഭാഗം മാത്രമേ എന്തുള്ളൂ? കോൺഷ്യസ് ആയിട്ടുള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ കിടക്കുന്നത് അൺകോൺഷ്യസ് ആണ്. ബാക്കി കോൺഷ്യസ് വളരെ കുറച്ച് ഭാഗമുള്ളൂ. The unconscious contains those mental processes that are not easily available to the individual. അപ്പം ഇതിൽ കിടക്കുന്ന കാര്യങ്ങൾ, ഈ അൺകോൺഷ്യസിൽ കിടക്കുന്ന കാര്യങ്ങളൊന്നും ഈസിലി അവൈലബിൾ അല്ല. നമുക്ക് പെട്ടെന്ന് അത് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ആർ നോട്ട് ഈസിലി അവൈലബിൾ ടു ദ ഇൻഡിവിജ്വൽ. ഫ്രൂയിഡ് പ്രൊപ്പോസ്ഡ് 3 parts of personality, the id, ego and super ego. അപ്പോൾ പേഴ്സണാലിറ്റിയെ കുറിച്ച് പറയാനായിട്ട് അദ്ദേഹം 3 കാര്യങ്ങൾ പറയാണ്. ഇഡ്, ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ. ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ, അങ്ങനെ 3 കാര്യങ്ങൾ കണ്ടോ. അപ്പം ഇതിൽ നോക്കിക്കോ, നമുക്ക് ഓരോന്ന് പറയും. ഇപ്പം ഇത്രയും കാര്യം ഓക്കെയാണോ? ഈ 3 വെച്ചിട്ടാണ് അദ്ദേഹം പേഴ്സണാലിറ്റീനെ ഡിഫൈൻ ചെയ്തത്. അതായത് ഇഡ്, ഈഗോ, സൂപ്പർ. ഇത്രയും ഓക്കെ അല്ലേ? കുഴപ്പമില്ലല്ലോ. ഇഡ്, the id is the warehouse of the forbidden. All the hidden desires, dreams and urges are driven by id. അതായത് ഇഡ് എന്ന് പറയുന്ന ഈ സാധനമാണ് നമ്മുടെ ഡിസയേഴ്സ്, ഡ്രീംസ്, ഏർജസ് ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആൾ ഇഡാണെന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, ആവശ്യങ്ങൾ ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഇഡാണ്. It is the raw and organic part of the personality present since birth. അപ്പോൾ ബർത്ത് മുതലേ നമുക്ക് എന്ത് സംഭവം ഉണ്ടായിരിക്കും? ഇഡ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരിക്കും. അത് നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഒരു പാർട്ടാണ്. It operates on the pleasure principle and wants instant gratification. പ്ലഷർ പ്രിൻസിപ്പിൾ മാത്രമേ ഉള്ളൂ. അതായത് അടിച്ചു പൊളിച്ച് ജീവിക്കണം, സന്തോഷത്തോടെ ജീവിക്കണം. വൺസ് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ആൻഡ് ഡസ് നോട്ട് കെയർ അബൌട്ട് കോൺസിക്വൻസസ്. എന്ത് പ്രശ്നം ഉണ്ടായാലും ഒരു പ്രശ്നവുമില്ല. പ്ലഷർ പ്രിൻസിപ്പിളാണ്. ഫുൾ അടിച്ചു പൊളിച്ച് ജീവിക്കുക. എന്തപ്പോൾ ഒരു ഐസ്ക്രീം വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അത് വാങ്ങിത്തില്ല. അത് തിന്നു കഴിഞ്ഞാൽ പനി വരുമോ, തൊണ്ടവേദനയ്ക്ക്, ഇതൊന്നുമില്ല. ബാക്കിയുള്ള കോൺസിക്വൻസസ് ഒന്നുമില്ല. പ്ലഷർ പ്രിൻസിപ്പിൾ മാത്രമാണ് ആരും നോക്കുന്നത്? ഇഡ് നോക്കുന്നത്. ഇതെന്താണ്? ഒരു നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഒരു റോ ആൻഡ് ഓർഗാനിക് പാർട്ടാണ്. നമ്മൾ ബർത്ത് മുതൽ ഈ ഒരു സംഭവം കാണുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഇഡ് ഓക്കെ ആണോ? ഇനി അടുത്തത് സൂപ്പർ ഈഗോ. The super ego helps us be humane and guards us against the impulses of it by showing us the right from the wrong. സൂപ്പർ ഈഗോ പാവാണ് വെച്ചാൽ നല്ലത് മാത്രം നമുക്ക് കാണിച്ചു തരുന്ന ആളാണ്. കുറച്ച് ഹ്യൂമാനിറ്റി ഉണ്ട്, നമ്മളെ നല്ല വഴിക്ക് നടത്താൻ മാത്രമായിട്ടുള്ള ആളാണ് സൂപ്പർ ഈഗോ.
ഇറ്റ്സ് എ മോറൽ പോലീസ് ദാറ്റ് ഹെൽപ്സ് us ടു ഡു ദ റൈറ്റ് തിങ് ഇൻ ദ ഗിവൺ കൾച്ചറൽ കോണ്ടെക്സ്റ്റ്. കണ്ടോ, മോറൽ പോലീസാണ്, നല്ല വഴിക്ക് മാത്രം നടക്കാനായിട്ട് പറയുന്ന ഒരാളാണ് ആര്? സൂപ്പർ ഈഗോ. അപ്പോൾ ഒന്ന് തലതിരിഞ്ഞ ഒരാൾ ഇഡാണ്, അതായത് ഫുള്ള് വേറെ ഒന്നും നോക്കുന്നില്ല, കോൺസിക്വൻസിനെ പറ്റിയിട്ടൊന്നും ആലോചിക്കുന്നില്ല, സ്വന്തം താല്പര്യങ്ങൾ ഇഷ്ടങ്ങൾ നിറവേറ്റണം എന്ന് മാത്രമുള്ള ഒരാളാണ് ഇഡ്. സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് കുറച്ച് മൊറാലിറ്റിയാണ്, നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞു തരുന്ന ആളാണ് സൂപ്പർ ഈഗോ. ആൻഡ് നെക്സ്റ്റ് ഈഗോ, ദ ഈഗോ വിച്ച് ഓപ്പറേറ്റ്സ് ഓൺ ദ റിയാലിറ്റി പ്രിൻസിപ്പിൾ. ഈ വേർഡുകൾ മറക്കരുത് കേട്ടോ, റിയാലിറ്റി പ്രിൻസിപ്പിൾ, പ്ലഷർ പ്രിൻസിപ്പിൾ, ആ വേർഡുകളൊന്നും മറക്കരുതേ. PG എൻട്രൻസ് ഒക്കെ നോക്കുന്നുണ്ട് വെച്ചെങ്കിൽ ഈ സംഭവം, ഈ വേർഡുകളൊക്കെ വരുന്ന സംഭവങ്ങളാണ് റിയാലിറ്റി പ്രിൻസിപ്പിൾ എന്നൊക്കെ ഈ പറയുന്ന സാധനങ്ങൾ കേട്ടോ. അപ്പോൾ ഈഗോ എന്ന് പറയുന്നത് റിയാലിറ്റി പ്രിൻസിപ്പിളാണ്. മുപ്പര് റിയാലിറ്റിയിലാണ്, കാരണം ഒരു ബാലൻസ് നോക്കി കൊണ്ടുപോകണം കേട്ടോ. ട്രൈസ് ടു ബാലൻസ് ബിറ്റ്വീൻ ദ അൺവാണ്ടഡ് ഡിസയേഴ്സ് ഓഫ് ദ ഇഡ് ആൻഡ് മോറൽ ഡിക്റ്റേറ്റ്സ് ഓഫ് സൂപ്പർ ഈഗോ. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ കിടന്നിട്ട് എന്താണ്, ഒരു ബാലൻസിൽ കൊണ്ടുപോവാണ് ഇയാൾ. ഇഡിൻ്റെ അൺവാണ്ടഡ് ഡിസയേഴ്സ് ഇഡിന് കുറേ ഉണ്ട്, മോറൽ ഡിക്റ്റേറ്റ്സ് കുറേ സൂപ്പർ ഈഗോയ്ക്ക് ഉണ്ട്. രണ്ടിൻ്റെ ഇടയിൽ കിടന്നിട്ട് ഏതാണോ നല്ലത് ഒരു ബാലൻസിൽ കൊണ്ടുപോകാം, കൂടുതലും ഇല്ല കുറവുമില്ല. അതാണ് ഈഗോ എന്ന് പറയുന്ന സംഭവം. Okay. It employs rational thinking and problem solving. In the process, the ego uses defense mechanism to handle the conflict and reduce the anxiety caused due to the conflict. അപ്പോൾ ഇവിടെ ഇഡും സൂപ്പർ ഈഗോ രണ്ടും ഒരേപോലെ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് കോൺഫ്ലിക്റ്റ് വരിക. ഞാൻ പറഞ്ഞല്ലോ, ഇഡ് പറയാണ് ഐസ്ക്രീം വാങ്ങണം, ഐസ്ക്രീം വാങ്ങണം, ഐസ്ക്രീം വാങ്ങണം. പക്ഷേ സൂപ്പർ ഈഗോ പറയാണ് വേണ്ട, ഐസ്ക്രീം തിന്നു കഴിഞ്ഞാൽ ത്രോട്ടിൽ ഇൻഫെക്ഷൻ ഉണ്ടാവും, പനി വരും, അങ്ങനെ എങ്ങനെയെന്നൊക്കെ സൂപ്പർ ഈഗോ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. രണ്ടും കൂടെ കോൺഫ്ലിക്റ്റ് വരും. ഐസ്ക്രീം വാങ്ങണോ വാങ്ങാതിരിക്കണോ സംശയമായി, ആകെ സംശയമായപ്പോൾ എന്തായി, അവിടെ ആങ്സൈറ്റി വരികയാണ്. ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്, ആങ്സൈറ്റി വരും. അപ്പം ഇങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് വരുമ്പോഴാണ് നമുക്കൊരു ആങ്സൈറ്റി വരുന്നത്, നമ്മൾ വേറൊരു സ്റ്റേറ്റിലോട്ട് പോകുന്നത്. ഇതിപ്പോൾ ഒരു ചെറിയൊരു സംഭവം, ഇത് വലിയ കാര്യങ്ങളൊക്കെയാണ് വെച്ചെങ്കിലോ, നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ തുടങ്ങി വലിയ കാര്യങ്ങൾ. ഇപ്പോൾ കുറച്ച് സിമ്പിളൊക്കെ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ, എക്സാമിന് കോപ്പി അടിച്ചു. അപ്പോൾ ഇഡ് പറഞ്ഞു കോപ്പി അടിച്ചോളാം പറഞ്ഞ് എക്സാമിന് കോപ്പി അടിച്ചു. സൂപ്പർ ഈഗോ പറയുകയാണ് കോപ്പി അടിക്കാൻ പാടില്ലായിരുന്നു, വളരെ മോശമായിട്ടുള്ള കാര്യമാണ്, നീ നിൻ്റെ മാർക്ക് വെച്ച് നിനക്ക് കിട്ടാവുന്നത് എഴുതിയിട്ടല്ലേ മാർക്ക് വാങ്ങണ്ടുള്ളൂ. അങ്ങനെ അങ്ങനെ കുറേ നല്ല കാര്യങ്ങൾ. അപ്പോൾ രണ്ട് തലക്കുന്നും രണ്ട് കാര്യങ്ങൾ വരുമ്പോൾ എന്തായി, കോൺഫ്ലിക്റ്റ് വന്നു. അപ്പോൾ ഒരു 10ാം ക്ലാസ് പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ആങ്സൈറ്റി വരാൻ വേറെ ഒന്നും വേണ്ട. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഈഗോ വർക്ക് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ ഈഗോ വർക്ക് ചെയ്യാണ് ഡിഫെൻസ് മെക്കാനിസം വെച്ചിട്ട്. മൂപ്പര് കുറച്ച് ഡിഫെൻസ് മെക്കാനിസം അതിനെ പറഞ്ഞിട്ടുണ്ട്, ഫ്ലൂയിഡ്. നമുക്ക് നോക്കാം. ഇത്രയും ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഡിഫെൻസ് മെക്കാനിസം. The ego develops some coping defense mechanisms to deal with the conflicts and anxieties created in the process of development. കേട്ടോ, ഈഗോ ഇവിടെ കുറച്ച് ഡിഫെൻസ് മെക്കാനിസം ഡെവലപ്പ് ചെയ്യും. അതായത് ഒരു കോൺഫ്ലിക്റ്റ് വരുമ്പോൾ അതിനെ കോപ്പപ്പ് ചെയ്ത് പോവാണ്. അല്ലേച്ചെങ്കിൽ എന്തായിരിക്കും, കോപ്പപ്പ് ചെയ്ത് പോയില്ലേച്ചെങ്കിൽ ഈ ആൾ ചിലപ്പോൾ ആങ്സൈറ്റിയിലും ഡിപ്രഷനിലോട്ടൊക്കെ പോകും. അപ്പം അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ കോപ്പപ്പ് ചെയ്ത് പോകാനായിട്ട് കുറച്ച് ഡിഫെൻസ് മെക്കാനിസം കൊണ്ടുവന്നു. വൺ ഓഫ് ദ പ്രൈമറി പർപ്പസ് ഓഫ് ഡിഫെൻസ് മെക്കാനിസം ഈസ് ടു ഡിസ്റ്റോർട്ട് റിയാലിറ്റി ഇൻ എ വേ ദാറ്റ് ഇറ്റ് ബിക്കംസ് മോർ ബെയറബിൾ ഓർ അക്സെപ്റ്റബിൾ ഫോർ ദ ഈഗോ. ഒരു റിയാലിറ്റീനെ മാറ്റിമറിക്കുകയാണ്, എനിക്കത് അക്സെപ്റ്റബിൾ ആവണം. While these defenses are helpful, over usage of these may amplify pathology. ഇത് ഡിഫെൻസ് ചെയ്യുന്നത് ചിലപ്പോൾ നമുക്ക് ചില ടൈമുകളിൽ ഹെൽപ്പാണ്, പക്ഷെ അത് ഓവറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വരും. ഓക്കെ, പാത്തോളജി മീൻസ് എന്തെങ്കിലും സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ഒക്കെ വരും. അപ്പോൾ ഡിഫെൻസ് മെക്കാനിസം ഒരു കണക്കിന് നല്ലതാണ്. കാരണം എന്താണ്, രണ്ടിൻ്റെ ഇടയിൽ കിടന്ന ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വല്ല ആങ്സൈറ്റിയിലോട്ടോ ഡിപ്രഷനിലോട്ടോ പോകും. അങ്ങനെ ഒരു വീഴ്ച ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈഗോ അവിടെ ഡിഫെൻസ് മെക്കാനിസം വർക്ക് ചെയ്യും. ആ ഡിഫെൻസ് മെക്കാനിസം കുറേ ഫ്രൂഡ് പറഞ്ഞത് റാഷണലൈസേഷൻ, ഡെനിയൽ, സബ്ലിമേഷൻ, റിഗ്രഷൻ, റിപ്രഷൻ ആൻഡ് റിയാക്ഷൻ ഫോർമേഷൻ, പ്രൊജക്ഷൻ. അങ്ങനെ ഇതെല്ലാതും പഠിക്കേണ്ടതാണ് കേട്ടോ, ഇതെല്ലാതും പഠിക്കണം. 3 വർഷം 3rd ഇയർ വരെയും ഈ പറയുന്ന സാധനങ്ങളൊക്കെ പഠിക്കേണ്ടതാണ്. റാഷണലൈസേഷൻ ആദ്യത്തെ, ഗിവിംഗ് എ ജസ്റ്റിഫിക്കേഷൻ ഓർ ലോജിക്കൽ റീസൺ ഫോർ ബിഹേവിയർ ദാറ്റ് അതർവൈസ് വുഡ് ബി കൺസിഡർഡ് ആസ് ഇൻഅപ്രോപ്രിയേറ്റ് ഓർ റോങ്. ഒരു ലോജിക്കൽ റീസൺ കൊടുക്കുക. അപ്പം ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ അതിന് ലോജിക്കലായിട്ടൊരു റീസൺ അല്ലെങ്കിൽ ഒരു ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, ദ സ്റ്റുഡൻറ് കോപ്പീസ് ഇൻ എൻ എക്സാം ബിക്കോസ് അതർ സ്റ്റുഡൻറ് ഓൾസോ ഡിഡ് ഇറ്റ് ഇൻ ദ ബ്രീഫ് ആബ്സെൻസ് ഓഫ് ദ എക്സാമിനർ.
ഞാൻ പറഞ്ഞ എന്താണ്, ഞാൻ എക്സാമിന് കോപ്പി അടിച്ചു, അപ്പം ഞാൻ അതിനൊരു റാഷണലൈസ് ചെയ്ത് പറയുകയാണ്. ബാക്കി എല്ലാവരും കോപ്പി അടിക്കുന്നുണ്ടല്ലോ, പിന്നെ ഇപ്പം എന്താ എനിക്ക് കോപ്പി അടിച്ചാൽ? അതാണ് അവിടുത്തെ ഡിഫൻസ് മെക്കാനിസം. കാരണം കോൺഫ്ലിക്റ്റ് വരാൻ പാടില്ല. ഒരാൾ പറയുന്നുണ്ട് കോപ്പി അടിക്കാൻ പാടില്ല, കോപ്പി അടിക്കാൻ പാടില്ല, മറ്റാൾ കോപ്പി അടിച്ചോ എന്ന് പറയുകയും ചെയ്തു, കോപ്പി അടിക്കുകയും ചെയ്തു. അപ്പോൾ കോൺഫ്ലിക്റ്റ് വരാതിരിക്കാൻ കുട്ടി സ്വയം വിചാരിക്കുകയാണ് എന്ത്, ഞാൻ മാത്രമൊന്നല്ല, ഇപ്പം എല്ലാവരും കോപ്പി അടിച്ചിട്ടുണ്ട്, അപ്പം അത് വലിയ കാര്യമൊന്നുമല്ല. ഇതാണ് ആദ്യത്തെ മെക്കാനിസം, റാഷണലൈസേഷൻ. ഓക്കെ ആണോ? ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ, ഡെനിയൽ. റെഫ്യൂസ് ടു അക്സെപ്റ്റ് ദ ഫാക്ട് ആസ് ഇറ്റ് വിൽ ലീഡ് ടു ആങ്സൈറ്റി ആൻഡ് കോസ് ഡിസ്ട്രെസ്. നമ്മൾ ഡെനി ചെയ്യുക അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക. നമുക്ക് ആങ്സൈറ്റി വരും എന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാണ്, അത് അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക. ഫോർ എക്സാമ്പിൾ, പാരൻസ് റിഫ്യൂസിങ് ടു അക്സെപ്റ്റ് ദാറ്റ് ദെയർ ചൈൽഡ് ഹാസ് ഫെയിൽഡ് ദ ക്ലാസ് ടെസ്റ്റ് ആസ് ഇറ്റ് വിൽ റിഫ്ലക്ട് ബാഡ്ലി ഓൺ ദം. ഒരു കുട്ടി 10ാം ക്ലാസ്സിൽ തോറ്റു, അപ്പോൾ പാരൻസ് അത് അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക, കാരണം അവർക്കത് മോശമാണ്. അപ്പോൾ അവരെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, അവൻ തോക്കാൻ സാധ്യതയില്ല, വേറെ എന്തോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, ഡെനിയൽ ചെയ്യാം. അതൊരു ഡിഫൻസ് മെക്കാനിസമാണ്. നെക്സ്റ്റ് വൺ, സബ്ലിമേഷൻ. ചാനലിംഗ് അൺഡിസൈറബിൾ ഇമ്പൾസസ് ഇൻ ടു സോഷ്യലി അക്സെപ്റ്റബിൾ ഓർ കൺസ്ട്രക്റ്റീവ് ബിഹേവിയർ. ഫോർ എക്സാമ്പിൾ, ചാനലൈസിങ് അഗ്രഷൻ ഇൻ ടു എക്സലിംഗ് ഇൻ ഫുട്ബോൾ ഓർ ഗാർഡനിങ് എക്സെട്ര. നമുക്ക് വരുന്ന ദേഷ്യം, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു പെട്ടെന്നൊരു ഇമോഷൻ വന്നു, അല്ലെങ്കിൽ ദേഷ്യം വന്നു, നമ്മൾ അതിനെ ചാനലൈസ് ചെയ്ത് വിടുക. അപ്പോൾ ദേഷ്യം വരുന്ന ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ഡിവിയേറ്റ് ചെയ്ത് വിടുക, വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഞാൻ ചെയ്യുന്നത്, എനിക്ക് പെട്ടെന്ന് വഴക്ക് കൂടുമ്പോൾ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഞാൻ തുണികൾ തോരടാനായിട്ട് മേലേക്ക് പോകും, അല്ലെങ്കിൽ ഞാൻ പാത്രം കഴുകാനായിട്ട് പോകും. അതാണ് മെയിനായിട്ട്. കാരണം അതാണ് നല്ലത്. നമ്മളവിടെ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വഴക്ക് വെച്ച് അതും ഇതൊക്കെ വിളിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ ആകെ പ്രശ്നം. അപ്പോൾ അതിനെ നമ്മൾ ചാനലൈസ് ചെയ്ത് വിടുക. അത് ഒരു ഡിഫൻസ് മെക്കാനിസമാണ്, സബ്ലിമേഷൻ. നെക്സ്റ്റ് വൺ, റിഗ്രഷൻ. Going back to an earlier stage of development and behavior and mannerisms characteristics of that stage. For example, the adolescent starts bedwetting when parents put pressure for high academic performance. അതായത് നമ്മുടെ ഏർലിയർ സ്റ്റേജിലോട്ട് തിരിച്ചു പോവുക. അതൊരു റിഗ്രഷൻ എന്ന് പറയുന്ന ഒരു ഡിഫൻസ് മെക്കാനിസമാണ്. കാരണം കുട്ടിക്ക് ഇപ്പം എന്താണ്, ഒരു എക്സാമ്പിൾ പറഞ്ഞത്, ഹൈ അക്കാഡമിക് പെർഫോമൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രഷർ, പാരൻസ് പ്രഷർ ചെയ്യുന്നു വീട്ടിൽ നിന്ന്, പിന്നെ അതുപോലെ തന്നെ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സിൻ്റെ പ്രഷറും, രണ്ടും കുട്ടിക്ക് താങ്ങാനായിട്ട് പറ്റുന്നില്ല. അത്തരം കുട്ടികൾ ബെഡ് വെറ്റ് ചെയ്യുന്നത് കോമൺ ആണ്. അതായത് ഒരു 6 വയസ്സ് വരെയാണ് നമുക്ക് ബെഡ് വെറ്റിങ് നോർമലായിട്ട് പറഞ്ഞിട്ടുള്ളത് കുട്ടികളിൽ. ഒരു അഡോളസൻസ് ഒക്കെ ബെഡ് വെറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കോൺഫ്ലിക്റ്റ് ഉള്ളിൽ ഉണ്ടായിരിക്കും, നമ്മളത് മനസ്സിലാക്കണം. വലിയ കുട്ടികളൊക്കെ എന്തെങ്കിലും ബെഡ് വെറ്റ് ചെയ്യുന്ന അവരവരുടെ കുട്ടിക്കാലത്തിലോട്ട്, ഇതൊക്കെ ഇതാണ് കേട്ടോ, അൺകോൺഷ്യസിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്, ഉറക്കത്തിലൊക്കെ ബെഡ് വെറ്റ് ചെയ്യുന്നത് അത് അവരവരുടെ കുട്ടിക്കാലത്തിലോട്ട് പോകാൻ ശ്രമിക്കുകയാണ്. കാരണം എന്തോ ബുദ്ധിമുട്ട്, എന്തോ മാനസികമായിട്ടുള്ള ഒരു വിഷമം ആ കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ പിന്മാറി, അപ്പം ആ കുട്ടിക്ക് തോന്നുന്നുണ്ട് ചെറിയ കുട്ടിയായിട്ട് ഇരുന്നാൽ മതിയായിരുന്നു എന്നുള്ളൊരു തോന്നൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു റിഗ്രഷനാണ് അവിടെ നടക്കുന്നത്. അവിടെ ഒരു ഡിഫൻസ് മെക്കാനിസമാണ്, ചെറിയ പ്രായത്തിലോട്ട് പോകാനായിട്ട് നിൽക്കുക. അപ്പോൾ അഡോളസൻസ് ഒരു ബെഡ് വെറ്റിംഗ് നടത്തുന്നുണ്ട് വെച്ചെങ്കിൽ അതിന്റെ കാരണം എന്തോ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിരിക്കും. അതാണ്. അപ്പോൾ അത് റിഗ്രഷൻ. ഓക്കെ ആണോ? നെക്സ്റ്റ് വൺ, റിപ്രഷൻ. Repressing or removing the source of distress and anxiety from the awareness, thus it is not available in the conscious. For example, person forgets the abuse incident of the childhood. മറക്കാനായിട്ട് ശ്രമിക്കുക, റിപ്രസ് ചെയ്യാം. അതായത് നമുക്ക് ഉണ്ടായ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ആങ്സൈറ്റി വന്നിട്ടുള്ള കാര്യങ്ങൾ, ഡിസ്ട്രെസ് ആവുന്ന കാര്യങ്ങൾ, അതിനൊക്കെ നമ്മൾ മറക്കാനായിട്ട് ശ്രമിക്കുക. Thus it is not available in the conscious. For example, കണ്ടോ, പേഴ്സൺ ഫോർഗെറ്റ്സ് ദ അബ്യൂസ് ഇൻസിഡന്റ് ഓഫ് ദ ചൈൽഡ്ഹുഡ്. കുട്ടിക്കാലത്ത് നടന്ന ഒരു അബ്യൂസിനെ പറ്റിയിട്ട് അത് മറക്കാനായിട്ട് ശ്രമിക്കുക. അത് ആലോചിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരും, അപ്പോൾ അത് മറക്കാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് വൺ, റിയാക്ഷൻ ഫോർമേഷൻ. അവോയ്ഡ്സ് ആൻ അൺഅക്സെപ്റ്റബിൾ, അൺകംഫർട്ടബിൾ ആൻഡ് ഡിസ്ട്രെസ്ഫുൾ തോട്ട്. അവോയ്ഡ് ചെയ്യുക. നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ കംഫർട്ട് അല്ലാത്ത സ്ട്രെസ് വരുന്ന തോട്ടുകളൊക്കെ എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്ത് കളയുക. That are actual about the self by overemphasizing the opposite of it. For example, being excessively generous to avoid thoughts about one being myself. നമ്മൾ ചെറുതാണെന്നുള്ള ഒരു തോട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യുക. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പഴയ ചിന്തകൾ വരുന്നതിന് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കാം, നമുക്കത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല, അപ്പം അതിനെ അവോയ്ഡ് ചെയ്ത് കളയാം. നെക്സ്റ്റ് വൺ, പ്രൊജക്ഷൻ. Projecting or attributing one's unacceptable thoughts and qualities to someone else. For example, attributing one's angry feeling to the traffic situation or the other person. നമുക്ക് വരുന്ന
നമുക്ക് അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള തോട്ട്സുകൾ നമ്മൾ എന്ത് ചെയ്യുക, മറ്റുള്ളവരിലോട്ട് പ്രൊജക്റ്റ് ചെയ്യാം. അതാണ് ആട്രിബ്യൂട്ടിംഗ് വൺസ് ആംഗ്രി ഫീലിംഗ് ടു ദ ട്രാഫിക് സിറ്റുവേഷൻ ഓഫ് ദ പേഴ്സൺ. ചിലവര് ദേഷ്യം, വണ്ടി ഓടിക്കുമ്പോൾ ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കഴിയാനേ ഉള്ളൂ. വണ്ടി ഓടിക്കുമ്പോൾ ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വണ്ടിയിൽ കാണിക്കും. വണ്ടി ഓടിക്കുന്ന ടൈമില് ഒന്നെങ്കിൽ അതിന്റെ സ്റ്റിയറിംഗും തട്ടേ അല്ലെങ്കിൽ ഹോൺ അടിക്കേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിക്കും. അപ്പോൾ ഒരു അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള തോട്ട്സിനെ വേറെ എന്തെങ്കിലോട്ടും പ്രൊജക്ട് ചെയ്ത് വിടാം. ആൻഡ് നെക്സ്റ്റ് വൺ, ഡിസ്പ്ലേസ്മെന്റ്, ഷിഫ്റ്റിംഗ് ദി ഇമോഷണൽ റിയാക്ഷൻ ഫ്രം വൺ പേഴ്സൺ ഒബ്ജക്ട് ടു ദി അതർ. ആങ്കർ അറ്റ് ദ ബോസ് ഇൻ ദ വർക്ക് പ്ലേസ് ഈസ് എക്സ്പ്രസ്ഡ് ഓൺ യുവർ സ്പൗസ് ഓർ ചൈൽഡ് അറ്റ് ഹോം. നമ്മൾ പച്ച മലയാളത്തിൽ പറയുന്ന പോലെ അങ്ങാടി തോറ്റേന് അമ്മയുടെ നെഞ്ചത്ത് എന്ന് പറയില്ലേ, അതാണ് സംഭവം ഡിസ്പ്ലേസ്മെന്റ്. നമുക്ക് വേറെ എവിടെയെങ്കിലും അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും ഉള്ള ദേഷ്യത്തിനെ വേറൊരാളുടെ മേത്തേക്ക് മാറ്റാം. ആ ഒരു ഇമോഷണൽ ആയിട്ടുള്ള റിയാക്ഷൻ എന്ത് ചെയ്യാം, മറ്റാരെങ്കിലും. ഇപ്പോൾ ഇതിൽ എക്സാമ്പിൾ പറഞ്ഞാൽ എന്താണ്, വർക്ക് പ്ലേസിലെ ബോസിനോടുള്ള ദേഷ്യം വീട്ടിൽ വന്നിട്ട് ഒന്നെങ്കിൽ ഭാര്യയോടോ അല്ലെങ്കിൽ കുട്ടികളോടോ വീട്ടിൽ കാണിക്കുക, ഡിസ്പ്ലേസ്മെന്റ്. അങ്ങനെ റാഷണലൈസേഷൻ, ഡെനിയൽ, സബ്ലിമേഷൻ, റിഗ്രഷൻ, റിപ്രഷൻ, റിയാക്ഷൻ ഫോർമേഷൻ, പ്രൊജക്ഷൻ, ഡിസ്പ്ലേസ്മെന്റ്. അങ്ങനെയുള്ള കുറച്ച് ഡിഫൻസ് മെക്കാനിസം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഫ്രൂയിഡിന്റെ പറഞ്ഞിട്ട് ഒന്ന് നിർത്താം, നമുക്ക് നാളെ എടുക്കാം കേട്ടോ, അതായിരിക്കും നല്ലത്. കാരണം ഒരുപാട് ചാപ്റ്റർ കുറച്ച് വലുതല്ലേ, വലുതാണ്. അപ്പോൾ ഫ്രൂയിഡിന്റെ സൈക്കോസെക്ഷൽ സ്റ്റേജസും കൂടെ പറഞ്ഞിട്ട് നിർത്താം. Freud also gave the psychosexual stages of development. He opined that there are 6 stages of development starting from birth till adulthood. കണ്ടോ, ഫ്രൂയിഡ് സൈക്കോസെക്ഷൽ സ്റ്റേജസ് കൊടുത്തിട്ടുണ്ട്. ഇത് എവിടെ നിന്നാണ്, ബർത്ത് മുതലേ അഡൾട്ട്ഹുഡ് വരെയാണ് അദ്ദേഹം ഈ സ്റ്റേജുകൾ കൊടുത്തിട്ടുള്ളത്. 6 സ്റ്റേജസ് ആണ് പറഞ്ഞിട്ടുള്ളത്. At each child, a child's pleasure or focus is on a different body part, and problem at any stage can cause fixation, leading to difficulties later in life. ഈ ഒരു ടൈമിൽ കുട്ടിയുടെ ഫോക്കസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബോഡി പാർട്സിലോട്ടായിരിക്കും. സൈക്കോസെക്ഷൽ സ്റ്റേജസ് ആണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അത് ആ ഒരു തിയറീനെ ബേസ് ചെയ്തിട്ട് അവരുടെ ഫോക്കസ് അവരുടെ ഡിഫറെൻറ്റ് ബോഡി പാർട്സിലോട്ടായിരിക്കും. ഈ ടൈമിൽ അവർക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ആ സ്റ്റേജിൽ അവർക്കൊരു ഫിക്സേഷൻ സംഭവിക്കും. ആ സ്റ്റേജിൽ അവിടെ ഫിക്സേറ്റ് ചെയ്ത് നിൽക്കും, പിന്നെ ഡെവലപ്മെൻറ്റ് അവിടെ നടക്കുന്നില്ല. അപ്പോൾ ലീഡിങ് ടു ഡിഫിക്കൽട്ടീസ് ലേറ്റർ ഇൻ ലൈഫ്, പിന്നീടാണ് അതിൻ്റെ പ്രശ്നങ്ങൾ കാണുക. ആ ഒരു ഡെവലപ്മെൻറ്റ് അവിടെ ഫിക്സേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം അവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് വലുപ്പത്തിലേക്ക് അതിൻ്റെ ഇഷ്യൂസ് കാണിച്ചു തുടങ്ങും. അപ്പോൾ ചൈൽഡ്ഹുഡിൽ വരുന്ന പ്രശ്നങ്ങളാണ് മെയിനായിട്ട് വലുപ്പത്തിലേക്ക് ഉണ്ടാകുന്നതെന്നാണ് ഫ്രൂയിഡ് പറഞ്ഞത്. പല കാര്യങ്ങളിലും നമുക്കത് ശരിയാന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന ടൈമിലൊക്കെ ചെറുപ്പത്തിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ എന്തോരം, അത് അത്രയും വലുതായിട്ട് കല്യാണം കഴിഞ്ഞ് കുട്ടികളായിട്ട് പോലും അതിൻ്റെ ആ ഒരു എഫക്റ്റ് കാണിക്കുന്നത് ഒരുപാട് പ്രശ്നം ഉണ്ടായിരിക്കും. ചെറുപ്പത്തിലെ പാരൻസിൻ്റെ കയ്യിൽ നിന്ന് വന്നിട്ടുള്ള പ്രശ്നങ്ങളായാലും പുറത്തു നിന്നുള്ള അബ്യൂസ് ആയാലും എന്തായാലും അതിൻ്റെ ഒക്കെ ബുദ്ധിമുട്ടുകൾ ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് അഡൾട്ട്ഹുഡ് സ്റ്റേജിലാണ്. ആ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്ത് ജീവിച്ച് തുടങ്ങുന്ന ഒരു സമയത്തായിരിക്കും ഇതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ കാണുന്നത്. കാരണം ആ ദേഷ്യവും സങ്കടവും ഉള്ളിൽ കിടക്കുന്ന കാര്യങ്ങളൊക്കെ പിന്നെ ഹസ്ബൻഡിനോടായി കുട്ടികളോടായി അവർക്ക് പേഴ്സണാലിറ്റി ഒരു തരത്തിലും മുന്നോട്ട് ഒരു വിധത്തിലും കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥകൾ വരെ ഉണ്ടാവും. ഇപ്പോൾ ചൈൽഡ്ഹുഡിൽ പറ്റുന്ന കാര്യങ്ങളാണ് മെയിനായിട്ട് പിന്നീടുള്ള ഇഷ്യൂസിന് കാരണം എന്നാണ് ഫ്രൂയിഡ് പറയുന്നത്. അപ്പോൾ സ്റ്റേജസ് നോക്കാം. ദീസ് ആർ ദ ഓറൽ സ്റ്റേജ്, ആനൽ സ്റ്റേജ്, ഫാലിക് സ്റ്റേജ്, ലാറ്റൻസി സ്റ്റേജ്, ജെനിറ്റൽ സ്റ്റേജ്. അങ്ങനെ 6 സ്റ്റേജസ്. ബർത്ത് മുതൽ 18 months വരെ ഓറൽ, ആനൽ, ഫാലിക്, ലാറ്റൻസി ആൻഡ് genital stage. Each one of these stages, the child's source of pleasure is focused on one of the erogenous zones such as mouth, anus and the genitals. ഓരോ സ്റ്റേജിലും ഓരോ ബോഡി പാർട്സിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അതായത് അവരുടെ അപ്പോഴത്തെ ആ ടൈമിലുള്ള ഇറോജിനസ് സോണ്. ഇപ്പോൾ ചെറുപ്പത്തിൽ നോക്കുകയാണ് വെച്ചെങ്കിൽ ദ ഇൻഫൻസ് ഇൻ ദ ഓറൽ സ്റ്റേജ് സാറ്റിസ്ഫൈ ദെയർ ഹങ്കർ ബൈ ബീയിങ് ബ്രസ്റ്റ് ഫെഡ്, സോ ദേ അസോസിയേറ്റ് പ്ലഷർ വിത്ത് മൗത്ത്. ചെറുപ്പത്തിൽ എന്താണ്, പാല് കുടിക്കുന്നതാണ്, ബ്രസ്റ്റ് ഫീഡിങ് ആണ് അവർക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കാര്യം. കാരണം വിശപ്പ് മാറുന്നുണ്ട്. അപ്പോൾ ആ ടൈമിലുള്ള ഒരു പ്ലഷർ ഏരിയ എന്ന് പറയുന്നത് എന്താണ്, മൗത്താണ് അവരുടെ ആ സമയത്തുള്ള ഒരു ഇറോജിനസ് സോണായിട്ട് കണക്കാക്കുന്നത്. നെക്സ്റ്റ് ആനൽ സ്റ്റേജ്. ദർ ആർ ടോയ്ലറ്റ് ട്രെയിൻഡ് ആൻഡ് ഹെൻസ് ദ ഫോക്കസ് ഈസ് ഓൺ ആനസ്. ടോയ്ലറ്റ് ട്രെയിനിങ് വരുന്ന ഒരു ടൈമാണ്. ടോയ്ലറ്റ് ട്രെയിനിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. ആ ടൈമിൽ ടോയ്ലറ്റ് ട്രെയിനിൽ എന്താണ്, ഇപ്പോൾ കുട്ടികൾ അതിങ്ങനെ പിടിച്ചു വെക്കാനായിട്ട് നോക്കും അല്ലേ, ബാത്റൂമിൽ പോകാനായിട്ടുള്ളൊരു മടി. അത് അവർക്കൊരു കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടാണ് അവരങ്ങനെ കാണിക്കുന്നത്.
ചിലപ്പോൾ ആരെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് കുട്ടീനെ കളിയാക്കി ഉണ്ടാവും. അത് മനസ്സിൽ കിടന്നിട്ടാണ് അവർ ആ ഒരു ടൈമിൽ അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനെയും വഴക്ക് പറയും അല്ലേ? ബാത്റൂമിൽ പോകാത്തതിന് കുട്ടീനെ വഴക്ക് പറയും. അപ്പോൾ ടോയ്ലറ്റ് ട്രെയിനിൻ്റെ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേജുകളാണ്. ആൻഡ് ഹെൻസ് ദ ഫോക്കസ് ഈസ് ഓൺ ആനസ്. ഇനി നെക്സ്റ്റ്, ദിസ് ഈസ് ഫോളോഡ് ബൈ ദ ഫാലിക് സ്റ്റേജ് വെർ ദ ചിൽഡ്രൻ ബിക്കം ക്യൂരിയസ് അബൌട്ട് ദെയർ ജെനിറ്റൽസ്. ജെനിറ്റൽ ഏരിയാസിനോട് ക്യൂരിയസ് തോന്നുന്ന ഒരു ടൈമാണ് ഇത് ഫാലിക് സ്റ്റേജ്. ആൻഡ് ഇൻ ദ ലാറ്റൻസി സ്റ്റേജ് ദ ലിബിഡിനൽ ഏർജസ് ആർ സപ്രസ്ഡ്. ഇവിടെ എന്താണ് ലിബിഡോ എന്നുള്ള ഒരു വേർഡ് ഫ്രൂയിഡിൻ്റെ തിയറീസിലൊക്കെ ഉള്ളതാണ്. അതായത് സെക്ഷൽ ഡ്രൈവ്സ് അല്ലെങ്കിൽ സെക്ഷൽ എനർജീനൊക്കെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ഒരു വേർഡാണ് ലിബിഡൽ അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ലാറ്റൻസി സ്റ്റേജിൽ എന്താണ് കൂടുതൽ ഈ ഒരു സെക്ഷൽ ഡ്രൈവിനോട് അത് ആ ഒരു സപ്രസ് ചെയ്യുന്ന ടൈമാണെന്നാണ് ലാറ്റൻസി സ്റ്റേജ് പറഞ്ഞത്. അവരുടെ സെക്ഷൽ എനർജി അല്ലെങ്കിൽ സെക്ഷൽ ആയിട്ടുള്ള ഡ്രൈവ്സുകളെ സപ്രസ് ചെയ്യുന്ന ഒരു സ്റ്റേജാണ് ലാറ്റൻസി സ്റ്റേജ്. ആൻഡ് ലാസ്റ്റ് ഫൈനലി genital stage is marked by a mature and healthy interest and attitude towards sexuality, intimate relationships and reproduction. ലാസ്റ്റ് സ്റ്റേജ് ജെനിറ്റൽ സ്റ്റേജ് അഡൾട്ടിൽ വരുന്നതാണ്. അതിലെന്താണ് മെച്യൂർ ആൻഡ് ഹെൽത്തി ഇൻട്രസ്റ്റ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് ടുവാർഡ്സ് സെക്ഷുവാലിറ്റിയോട് കുറച്ചും കൂടി ഹെൽത്തി ഇൻട്രസ്റ്റ് വരുന്ന ടൈമാണ്. ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് സെക്ഷുവാലിറ്റി, റിപ്രൊഡക്ഷൻ ഇതൊക്കെ വരുന്ന ഒരു സ്റ്റേജാണ് എന്ത് ജെനിറ്റൽ സ്റ്റേജ്. പ്രോഗ്രഷൻ ത്രൂ ദീ സ്റ്റേജസ് മാർക്സ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി. അപ്പോൾ ഈ സ്റ്റേജിലൂടെയൊക്കെ ഉള്ള ഒരു പ്രോഗ്രഷനിലൂടെയാണ് അദ്ദേഹം പേഴ്സണാലിറ്റീനെ കൊണ്ടുവന്നത്. അപ്പോൾ ഇതിൽ വരുന്ന ഓരോ ഇഷ്യൂസും അല്ലെങ്കിൽ ഒരു ഫിക്സേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനെ അത് ബാധിക്കും. അങ്ങനെയാണ് ഫ്രൂയിഡിൻ്റെ തിയറി. കുറച്ച് വലുതാണ്. ഈ ഒരു ഐസ്ബർഗൊക്കെ നമ്മൾ എക്സാമിന് വരയ്ക്കണം കേട്ടോ. ഐസ്ബർഗ് നിർബന്ധമായിട്ടും എക്സാമിന് ഫ്രൂയിഡിൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ ഐസ്ബർഗ് വരച്ചോളൂ. ഐസ്ബർഗ് വരയ്ക്കുക. ഇഡ്, ഈഗോ. ഞാൻ നഴ്സിംഗ് സെക്കൻഡ് ഇയറിൽ സെക്കൻഡ് ഇയറിൽ ഇത് പഠിച്ചിട്ടുണ്ട്. നഴ്സിംഗിനുണ്ട്, സൈക്യാട്രിയിലുണ്ട് അല്ലേ? നല്ലതാണ് അല്ലേ? നല്ല ഒരു തിയറിയാണ്. അതെ. സിഗ്മണ്ട് ഫ്രൂഡ് എല്ലാത്തിലും ഉണ്ടല്ലോ, അതുകൊണ്ട് ഒരു അറിവുണ്ട് ഇതിനെ കുറിച്ച്. ഓക്കെ. ഇപ്പൊ ഇഡ്, സൂപ്പർ ഈഗോ കാര്യങ്ങൾ, ഡിഫൻസ് മെക്കാനിസം, സൈക്കോസെക്ഷൽ സ്റ്റേജസ്. ഇത് ഫ്രൂഡിന്റെ ഏത് തിയറി വന്നാലും നമുക്ക് എഴുതാം. ഈ പറയുന്ന സാധനങ്ങളൊക്കെ പേഴ്സണാലിറ്റി ആയാലും ഇനി കോമൺ ഒരു ഇൻഫന്റ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഒരു സാധാ ഒരു ലൈഫ് സ്പാൻ ഡെവലപ്മെന്റ് ആയാലും പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ സൈക്കോളജി ആണെച്ചെങ്കിലും ഏതിലാണെങ്കിലും നമുക്ക് ഫ്രൂഡിന്റെ തിയറി വെച്ചിട്ട് എഴുതാനായിട്ട് പറ്റും. അതെ. അപ്പൊ ഓക്കെ, ബാക്കി നമുക്ക് നാളെ നോക്കാം. നാളെ എടുക്കാം. ഞാൻ ടൈം ഗ്രൂപ്പിൽ. സെക്കൻഡ് ഇയറും ഇല്ലേ രാവിലെ?